Hello everyone, good morning. നമ്മൾ നോക്കാൻ പോകുന്നത് എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ഉള്ള ചാപ്റ്റർ ആണ്. എല്ലാവരും റെഡി ആണോ? സോ നമ്മൾ ലാസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്ന ചാപ്റ്റർ എന്തായിരുന്നു? നമ്മളുടെ 7th ചാപ്റ്റർ ആയിരുന്നു. ഇത് നമ്മളുടെ 8th ചാപ്റ്റർ ആയിട്ടുള്ള എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ആണ്. സോ എന്താണ് ഈ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എന്തിനായിരുന്നു പഠിച്ചത്? നമ്മളത് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പാരാമീറ്റർ ഉണ്ട് ആൻഡ് ഒരു സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്? സാമ്പിളിലെ വാല്യൂസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ക്വാണ്ടിറ്റീസ് ലൈക്ക് സാമ്പിൾ മീൻ, സാമ്പിൾ മീഡിയൻ, സാമ്പിൾ മോഡ്, ഇതൊക്കെയാണ് നമ്മളുടെ സാമ്പിളിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ആൾക്കാർ. അതാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്. അങ്ങനെയാണെങ്കിൽ എന്താണ് പാരാമീറ്റർ? പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മളെ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂസ്, അതായത് പോപ്പുലേഷന്റെ മീൻ, പോപ്പുലേഷന്റെ മീഡിയൻ ആൻഡ് പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ അങ്ങനത്തെ ക്വാണ്ടിറ്റീസ്. ഇനി നമുക്ക് വലിയൊരു പോപ്പുലേഷൻ ആണ് നമ്മളെ കയ്യിലുള്ളത്, വലിയൊരു ലാർജ് പോപ്പുലേഷൻ ആണ് നമുക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? സോ വലിയൊരു പോപ്പുലേഷൻ ആകുമ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ആ ഒരു കേസിൽ നമ്മൾ എന്താക്കും? നമ്മൾ അതിൽ നിന്ന് ചെറിയൊരു സാമ്പിൾ എടുക്കും. ആ സാമ്പിൾ ഉപയോഗിച്ച് നമ്മൾ ഈ പാരാമീറ്റേഴ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യും. അതായത് ഈ പാരാമീറ്റേഴ്സിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കും. അതാണ് നമ്മളിവിടെ എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് എക്സാമിന് ഉണ്ടാവും. എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ അൺബയാസ്നെസ്സും എഫിഷ്യൻസിയും കൂടെ കാണാനുള്ള ക്വസ്റ്റ്യൻ. ഇനി അതും അല്ലെങ്കിൽ നമ്മളുടെ ഇന്റർവൽ ഏതാണെന്ന് പറയാൻ വേണ്ടി ഇന്റർവൽ എസ്റ്റിമേഷൻ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ? The branch of statistics which use these samples to make inference about unknown aspects of the population is known as statistical inference or inferential statistics. നമുക്ക് പോപ്പുലേഷനെ പറ്റി അറിയാത്ത കാര്യങ്ങൾ നമ്മൾ എന്താക്കുന്നു? ഈ സാമ്പിൾ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നു. അതാണ് നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് അഥവാ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ അത്? സോ എങ്ങനെയാണ് നമ്മളത് എസ്റ്റിമേറ്റ് ചെയ്യുക? എസ്റ്റിമേഷനും ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസും, ഇതാണ് നമ്മളുടെ രണ്ട് കാറ്റഗറീസ്. നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അതെന്താണെന്ന് നമ്മൾ പഠിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ അതിനെ പറ്റിയിട്ട് എന്താണെന്ന് നമ്മൾ പറയും. സോ നമുക്ക് എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ഉണ്ട് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ഉണ്ട്. എസ്റ്റിമേഷനിൽ വി എസ്റ്റിമേറ്റ് വേരിയസ് അൺനോൺ പാരാമീറ്റേഴ്സ് ഓഫ് ദി പോപ്പുലേഷൻ. നമ്മൾ എസ്റ്റിമേഷനിൽ എന്താണ് ചെയ്യുന്നത്? നമുക്ക് അറിയാത്ത പോപ്പുലേഷന്റെ പാരാമീറ്റേഴ്സിനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും, അതായത് നമ്മൾ കണ്ടുപിടിക്കും. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം ശരിയാണോ തെറ്റാണോ. ഞാനിപ്പോൾ ഒരു സാധനം കണ്ടുപിടിച്ചു, അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയണ്ടേ? ഒരു അൺനോൺ ആസ്പെക്റ്റിനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. അറിയാത്ത ഒരാളെയാണ് ഞാൻ ഏകദേശം ഊഹം വെച്ച്, ഓക്കെ ഇത് അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അത് ശരിയാണോ തെറ്റാണോ, എൻ്റെ ഡിസിഷൻ ഞാൻ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ, ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൽ നമ്മൾ പറയുന്നത്. ഇനി എന്താണ് ഒരു എസ്റ്റിമേറ്റർ? എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് പറഞ്ഞു. നമ്മൾ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? അതിന് നമുക്കൊരു എസ്റ്റിമേറ്റർ വേണം. ഈ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് നമ്മളുടെ സാമ്പിളിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ദ വാല്യൂ ഓഫ് ദി പാരാമീറ്റർ ഇസ് യൂഷ്വലി എസ്റ്റിമേറ്റഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഫംഗ്ഷൻ ഓഫ് ദി സാമ്പിൾ. ദിസ് ഫംഗ്ഷൻ ഇസ് നോൺ ആസ് എസ്റ്റിമേറ്റർ. അപ്പൊ എന്തൊക്കെയായിരിക്കും ഈ ഒരു എസ്റ്റിമേറ്ററിന്റെ എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നത്? നമുക്ക് സാമ്പിൾ മീൻ, സാമ്പിൾ മീഡിയൻ, സാമ്പിൾ മീഡിയൻ, അതുപോലെ സാമ്പിളിന്റെ മോഡ് അല്ലെങ്കിൽ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതെല്ലാം എന്താണ്? ഫങ്ഷൻസ് ആണ്. അപ്പൊ ഈ ഒരു സാമ്പിളിൽ നിന്ന് എടുക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ പോപ്പുലേഷനിലുള്ള ആളെ പറ്റി പറയാൻ പറ്റും. ഈ സാമ്പിൾ ഉപയോഗിച്ച് നമ്മൾ ഈ പോപ്പുലേഷനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. നമുക്കൊരു പോപ്പുലേഷൻ എന്നുണ്ട്. അതിൽ നിന്ന് ഞാനൊരു ചെറിയ സാമ്പിൾ എടുക്കുന്നു. സാമ്പിളിൽ നിന്ന് എനിക്ക് സ്റ്റാറ്റിസ്റ്റിക് കിട്ടും. അതായത് സാമ്പിൾ മീൻ, സാമ്പിളിന്റെ മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അങ്ങനെ എക്സെട്ര. ഇനി ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിച്ചിട്ട് ഞാൻ ആരെ കണ്ടുപിടിക്കുന്നു? ഞാൻ പാരാമീറ്ററിനെ കണ്ടുപിടിക്കുന്നു. സോ ഇതാണ് എൻ്റെ എന്താണ് എസ്റ്റിമേറ്റർ, ഇതാണ് എൻ്റെ എസ്റ്റിമേറ്റ്.
ഞാൻ കണ്ടുപിടിക്കുന്ന വാല്യൂ ആണെന്ത് എൻ്റെ എസ്റ്റിമേറ്റ്. ഈ എസ്റ്റിമേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് ഒരു വാല്യൂ കിട്ടുമല്ലോ. ഈ എസ്റ്റിമേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്കൊരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടും അല്ലെ. ആ ഒരു വാല്യൂവിനെ പറയുന്ന പേരാണ് എസ്റ്റിമേറ്റ്. ദ വാല്യൂ ഒബ്റ്റെയിൻ ഫോർ ആൻ എസ്റ്റിമേറ്റർ ഫ്രം എ പെർട്ടിക്കുലർ സാമ്പിൾ ഇസ് കോൾഡ് എസ്റ്റിമേറ്റ് ഓഫ് ദി പാരാമീറ്റർ. എസ്റ്റിമേറ്റർ എന്താണ്? ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം ദി സാമ്പിൾ. സാമ്പിളിൽ നിന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്ത് കണ്ടുപിടിക്കാൻ? നമ്മുടെ പാരാമീറ്റർ കണ്ടുപിടിക്കാൻ. അപ്പൊ ഈ സാമ്പിൾ ഫംഗ്ഷന് കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. എസ്റ്റിമേറ്റർ എന്താണ്? അതൊരു ഫംഗ്ഷൻ ആണ്. എസ്റ്റിമേറ്റർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? നമ്മളുടെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അതെന്തിന്റെ എസ്റ്റിമേറ്റ് ആണ്? പാരാമീറ്ററിന്റെ എസ്റ്റിമേറ്റ് ആയിരിക്കും. സോ നമുക്ക് 2 ടൈപ്സ് ഓഫ് എസ്റ്റിമേഷൻ ഉണ്ട്. നമ്മളുടെ ഈ എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സിൽ നമ്മൾ 2 രീതിയിലാണ് നമ്മളുടെ എസ്റ്റിമേഷൻ ചെയ്യുന്നത്. ഒന്ന് പോയിന്റ് എസ്റ്റിമേഷൻ, മറ്റൊന്ന് ഇന്റർവൽ എസ്റ്റിമേഷൻ. പോയിന്റ് എസ്റ്റിമേഷൻ ഒന്നുമില്ല, നമ്മൾ കൃത്യമായിട്ട് ഒരു പോയിന്റ് പറയുന്നു. ഞാൻ പറയുന്നത് എൻ്റെ പോപ്പുലേഷൻ്റെ മീൻ എന്ന് പറയുന്നത് 50 ആണ്. അല്ലെങ്കിൽ എൻ്റെ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് അത് 4 ആണ്. ഇങ്ങനെ എന്താണ് കൃത്യമായിട്ടൊരു വാല്യൂ ഞാൻ പറയാണ്. കൃത്യമായിട്ട് ഇത് തന്നെയാണ് എൻ്റെ മീൻ, അല്ലെങ്കിൽ ഇത് തന്നെയാണ് എൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇങ്ങനെ കൃത്യമായിട്ട് ഞാനൊരു വാല്യൂ പറയുകയാണെങ്കിൽ അത് പോയിന്റ് എസ്റ്റിമേഷൻ. ഒരു പോയിന്റ് ഇന്നതാണ് എന്ന് ഞാൻ പറയാണ്. ഇനി ഇന്റർവൽ എസ്റ്റിമേഷൻ ആണെങ്കിലോ ഞാൻ പറയാണ് എൻ്റെ മീൻ വാല്യൂ, എൻ്റെ മീൻ ഇസ് ഇൻ ബിറ്റ്വീൻ, എൻ്റെ മീൻ വാല്യൂ ഏത് ഇന്റർവെല്ലിലാണ് എന്നാണ് ഞാൻ പറയാ. എൻ്റെ മീൻ വാല്യൂ ഏത് ഇന്റർവെല്ലിലായിരിക്കും? മീൻ ഇസ് ഇൻ ബിറ്റ്വീൻ 0 and 10. അപ്പൊ എൻ്റെ മീൻ വാല്യൂ എന്താണ്? ഈ 0നും 10നും ഇടയിലുള്ള ആളാണ് എന്ത്? എൻ്റെ മീൻ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഇന്റർവെല്ലിൽ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എൻ്റെ മീൻ വാല്യൂ വരുന്നത് ഈ ഒരു മീനാണെങ്കിൽ ഞാൻ പറയാണ് 45ന്റെയും 53ന്റെയും ഇടയിലാണ്. സോ അതെന്താ? ഒന്നെങ്കിൽ 45 ആയിരിക്കാം, അല്ലെങ്കിൽ 53 ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ വരുന്ന 6 വേണമെങ്കിലും ആയിരിക്കാം. സോ ഇന്റർവൽ എസ്റ്റിമേഷനിൽ നമുക്ക് കുറച്ചും കൂടെ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. കാരണം കൃത്യമായിട്ട് ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ അത് തെറ്റാനുള്ള ചാൻസും ഉണ്ടല്ലോ. ഞാൻ പറയുന്ന 50, ചിലപ്പോൾ ആൻസർ വരുന്ന 52. അതെന്താ? വ്യത്യാസം വന്നു അല്ലേ. സോ അതിന് പകരം ഞാനൊരു ഇന്റർവൽ പറയുകയാണെങ്കിലോ ഏകദേശം ഈ ഒരു റേഞ്ചിലായിരിക്കും അത് ഉണ്ടാവുക. ഇപ്പൊ ഒരാൾ നിങ്ങളുടെ അടുത്ത് ഡ്രസ്സിന്റെ വില ചോദിച്ചു. ഇപ്പോൾ ചിലവരിപ്പോൾ കുറേ നമ്മൾ കാണുന്നൊരു സംഭവമാണ് ഔട്ട്ഫിറ്റിന്റെ വില പറയാൻ. സോ നിങ്ങൾ കൃത്യമായിട്ട് ആ വില ഓർമ്മയില്ല. കൃത്യമായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ പറയാം, ഓക്കെ ഈ ഡ്രസ്സിന് 750 ആണ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മയില്ലെങ്കിലോ അപ്പോൾ നമ്മൾ പറയും അതിനൊരു 500-700 റേഞ്ചിന്റെ ഇടയിലാണ്, അല്ലെങ്കിൽ 500ന്റെ 1000ന്റെ ഇടയിലാണ്, സോ 1000ന് താഴെയാണ് എന്നൊക്കെ ഒരു റേഞ്ച് പറഞ്ഞാലോ. സോ അതാണ് നമ്മളുടെ ഇന്റർവൽ എസ്റ്റിമേഷൻ നടക്കുന്നത്. ഒരു റേഞ്ചാണ് പറയുന്നത്. ചില സാധനം പറഞ്ഞു നമുക്ക് 1,500 രൂപയായി, അപ്പൊ എന്താ ഒരു 500 രൂപേന്റെ ഉള്ളിലാണ് ആ സംഭവം വരുന്നത്. അപ്പൊ എന്താ കറക്റ്റാണ്, അത് ആക്യുറേറ്റ് ആണ്, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് പറയുന്നത്. പക്ഷെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് തെറ്റിപ്പോയാലോ. സോ അതാണ് നമ്മളുടെ പോയിന്റ് എസ്റ്റിമേഷൻ, ഇന്റർവൽ എസ്റ്റിമേഷന്റെയും ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ക്ലാരിറ്റി കിട്ടും. സോ ആദ്യം എന്താണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണമല്ലോ, നമ്മളൊരു പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. So point estimation എന്ന് പറയുന്നത് we are selecting a sample from the population and suggesting a single value corresponding to the parameter. Suggesting a single value corresponding to the parameter which is estimated from the sample. ഒരു സാമ്പിൾ എടുക്കുന്നു, അതിൽ നിന്ന് എന്താണ് ഒരു സിംഗിൾ വാല്യൂ നമ്മൾ എന്താണ് സജസ്റ്റ് ചെയ്യാണ് പാരാമീറ്ററിന് വേണ്ടിയിട്ട്. അതായത് എൻ്റെ പോപ്പുലേഷൻ മീൻ ഇതാണ്, അങ്ങനെ കൃത്യമായിട്ടൊരു വാല്യൂ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ്. ഇനി ഇന്റർവൽ എസ്റ്റിമേഷൻ ആണെങ്കിലോ അവിടെ വരുന്നത് ഇതാണ്. ഇൻസ്റ്റെഡ് ഓഫ് സജസ്റ്റിംഗ് എ സിംഗിൾ വാല്യൂ വി പ്രപ്പോസ് ആൻ ഇന്റർവൽ within which the value of the parameter is expected. അപ്പൊ നമ്മൾ എന്താണ് ഒരു ഇന്റർവൽ ആണ് പറയുന്നത്. ഒരു ഇന്റർവൽ ഞാൻ അങ്ങ് കൊടുക്കുന്നു. ഞാൻ പറയുന്നു ഓക്കെ എൻ്റെ വാല്യൂ, എൻ്റെ മീനിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഇന്റർവെലിന്റെ അകത്തായിരിക്കും. എൻ്റെ മീനിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ഇന്റർവെലിന്റെ അകത്തായിരിക്കും എന്ന് ഞാനത് ആ ഒരു സംഭവമാണ് ഞാൻ പ്രപ്പോസ് ചെയ്യുന്നത്. ഇനി പോയിന്റ് എസ്റ്റിമേഷനെ പറ്റി നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നമ്മളെ പോയിന്റ് എസ്റ്റിമേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻസ്, കാര്യങ്ങളൊക്കെ. മെനി ഫങ്ഷൻസ് ഓഫ് സാമ്പിൾ ഒബ്സർവേഷൻസ് മേ ബി പ്രൊപ്പോസ്ഡ് ആസ് എസ്റ്റിമേറ്റേഴ്സ് ഓഫ് ദി പാരാമീറ്റർ. ഒരുപാട് വാല്യൂസ് എന്താണ് നമുക്ക് ഇതിന്റെ എസ്റ്റിമേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പം പോപ്പുലേഷൻ
പോപ്പുലേഷൻ മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആരെയൊക്കെ ഉപയോഗിക്കാം? സാമ്പിളിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാല്യൂസ്, സാമ്പിൾ മീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ പോപ്പുലേഷൻ്റെ മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സാമ്പിളിൻ്റെ മീഡിയൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പോപ്പുലേഷൻ മീൻ കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് സാമ്പിളിൻ്റെ മോഡ് ഉപയോഗിച്ചിട്ടും നമുക്ക് എന്താണ് ഈ പോപ്പുലേഷൻ മീനിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ ഒരേ സംഭവത്തിനെ കാണാൻ വേണ്ടി നമുക്ക് എന്താ 2-3 എസ്റ്റിമേറ്റേഴ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് എസ്റ്റിമേറ്റേഴ്സ് നമുക്ക് ഉണ്ടായിരിക്കും അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. ഈ പോയിന്റ് എസ്റ്റിമേഷനിൽ നമുക്ക് എന്താണ് ഒരുപാട് എസ്റ്റിമേറ്റേഴ്സ് ഉണ്ടാവും ഒരേ ക്വാണ്ടിറ്റീനെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നോക്കിക്കേ, ഈ പോപ്പുലേഷൻ മീനിനെ കാണാൻ വേണ്ടി നമുക്ക് സാമ്പിൾ മീൻ യൂസ് ചെയ്യാം, സാമ്പിൾ മീഡിയൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഈ സാമ്പിൾ മോഡ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതിൽ ആരാണ് ബെസ്റ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? 3 ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഈ 3 ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഈ പോപ്പുലേഷൻ മീനിനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആർക്കായിരിക്കും? ഈ പോപ്പുലേഷൻ മീനിനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആർക്കായിരിക്കും? അതല്ലേ നമുക്ക് അറിയേണ്ടത്, അതല്ലേ എനിക്ക് അറിയേണ്ടത്. ഏറ്റവും നന്നായിട്ട് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് കൃത്യമായിട്ട് വാല്യൂ പറയുന്നത് ആരാണോ അതല്ല എൻ്റെ ബെസ്റ്റ് എസ്റ്റിമേറ്റർ എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റാം. സോ എന്താണ് എൻ്റെ സ്റ്റാറ്റിസ്റ്റീഷ്യൻ എന്തായിരിക്കും? ബെസ്റ്റ് എസ്റ്റിമേറ്റർ ആയിരിക്കും കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 4 മെത്തേഡ്സ് ഉണ്ട്. 4 മെത്തേഡ്സ് ഉണ്ട് ഒരു ഗുഡ് എസ്റ്റിമേറ്റർ ആണോ എന്ന് പറയാൻ വേണ്ടി. 4 ക്രൈറ്റീരിയാസ്. ഇപ്പോൾ ഒരു എസ്റ്റിമേറ്റർ ഈ 3 സാമ്പിൾ മീൻ ഉണ്ട്, സാമ്പിൾ മീഡിയൻ ഉണ്ട്, സാമ്പിൾ മോഡ് ഉണ്ട്. ഈ 3 ആരാണ് ബെസ്റ്റായിട്ട് നമ്മളുടെ പോപ്പുലേഷൻ മീൻ കണ്ടുപിടിക്കുന്നത്, ഏറെക്കുറെ കറക്റ്റ് വാല്യൂയിലേക്ക് വരുന്നത് ആരാണ്, അതാണ് എനിക്ക് അറിയേണ്ടത്. സോ അൺബയസ്, കൺസിസ്റ്റൻസി, എഫിഷ്യൻസി, സഫിഷ്യൻസി, ഈ 4 കണ്ടീഷൻസ് ഏറ്റവും അടിപൊളിയായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആരാണോ അവരായിരിക്കും എൻ്റെ ഗുഡ് എസ്റ്റിമേറ്റർ. സോ ഇനി ഒരുപാട് എസ്റ്റിമേറ്റേഴ്സ് ഉണ്ടെങ്കിലും അതിലെന്താണ് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. അപ്പം ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആർക്കാണോ വരുന്നത്, ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്തത് ഏത് എസ്റ്റിമേറ്റർ ആണ് അതായിരിക്കും നമ്മൾ എടുക്കുക. സോ ആദ്യം പ്രോപ്പർട്ടീസ് എന്താണെന്ന് അറിയണമല്ലോ. ഫസ്റ്റ് ഉള്ളതാണ് അൺബയാസ്നെസ്. Unbiasedness. Every estimator is a statistic and all statistics are random variables. Every estimator is a statistic എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒരു സാമ്പിൾ എടുക്കുകയാണ്. സോ സാമ്പിളിൻ്റെ ഫങ്ഷൻ ആണല്ലോ നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്. ഈ സാമ്പിളിൽ നിന്ന് നമ്മൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കുന്നു. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്? സ്റ്റാറ്റിസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പിൾ മീൻ ഉണ്ട്, സാമ്പിൾ മീഡിയൻ, സാമ്പിൾ മോഡ്, അങ്ങനെ സാമ്പിളിൽ നിന്ന് കണ്ടുപിടിക്കുന്നത് എന്തും അതെല്ലാം എന്താണ്? അത് നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക് എന്നാണ് പറയുക. സോ സാമ്പിളിൽ നിന്ന് എടുക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്. അപ്പം ഈ സാമ്പിളിൻ്റെ ഒരു ഫങ്ഷനാണ് ആര്? ഈ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പം എല്ലാ എസ്റ്റിമേറ്റേഴ്സും എന്താ സ്റ്റാറ്റിസ്റ്റിക് അല്ലേ? കാരണം എന്താ, എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് ഒരു സാമ്പിളിന്റെ ഫംഗ്ഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സാമ്പിളിൽ നിന്ന് എടുക്കുന്ന ഒരാളാണ് നമ്മളുടെ എസ്റ്റിമേറ്റർ. അതെപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് എല്ലാ എസ്റ്റിമേറ്റേഴ്സും എന്താണ്? സ്റ്റാറ്റിസ്റ്റിക് ആണ്. എല്ലാ സ്റ്റാറ്റിസ്റ്റിക് എന്താണ്? റാൻഡം വേരിയബിൾസ് ആണ്. കാരണം ഓരോ കേസിലും എന്താ നമുക്ക് ഓരോ വാല്യൂസ് ആയിട്ടായിരിക്കും കിട്ടുക. സോ എന്താണ് അൺബയാസ്നെസിന്റെ പ്രോപ്പർട്ടി? ആൻ എസ്റ്റിമേറ്റർ T is said to be unbiased estimator for the parameter theta if expectation of T is equal to theta. ഇവിടെ T എന്ന് പറയുന്നതാണ് നമ്മളുടെ എസ്റ്റിമേറ്റർ, തീറ്റ ആണ് നമ്മളുടെ എസ്റ്റിമേറ്റ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് T ചെയ്തിട്ട് നമുക്ക് തീറ്റ കിട്ടുന്നുണ്ടെങ്കിൽ തീറ്റയാണ് ആര്? നമ്മളുടെ പാരാമീറ്റർ. നമ്മൾ കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് തീറ്റയാണ്. സോ അത് എക്സ്പെക്ടേഷൻ എടുക്കുമ്പോൾ മീൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ വാല്യൂ കിട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഈ T എന്നുള്ള എസ്റ്റിമേറ്റർ എന്താണ്? അൺബയാസ്ഡ് ആണ്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. സാമ്പിൾ മീൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് X-bar എന്നായിരുന്നു. എക്സ്പെക്ടേഷൻ ഓഫ് X-bar എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുക മ്യൂ ആണ്. ഇവിടെ മ്യൂ എന്ന് പറയുന്നത് എന്താണ്? അത് പോപ്പുലേഷന്റെ മീനാണ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് X-bar is equal to മ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? ഈ X-bar എന്ന് പറയുന്നത് മ്യൂവിന്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. That is, sample mean X-bar is an unbiased estimator for the population mean mu. സോ ആദ്യത്തെ ഒരു പ്രോപ്പർട്ടി നമ്മൾ സാമ്പിൾ മീൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെ, അത് അൺബയാസ്ഡ് ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് X-bar എടുക്കുമ്പോൾ എന്താണ്? നമുക്ക് മ്യൂ ആണ് കിട്ടുന്നത്. അങ്ങനെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. എല്ലാ കോൺസെപ്റ്റും അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും റെഡിയാണോ? ഓക്കെ. സോ
ഫസ്റ്റ് ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ലെറ്റ് x1 x2 be sample values drawn from a normal population with mean mu and standard deviation sigma. അതായത് ഇവിടെ expectation of x1 is equal to expectation of x2 എന്ന് പറയുന്നത് ഇത് മ്യൂ വാല്യൂ ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് x1 എന്ന് പറയുന്നതും എക്സ്പെക്ടേഷൻ ഓഫ് x2 എന്ന് പറയുന്നതും മ്യൂ ആണ് എന്ന് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. കാരണം എന്താണ്? നമ്മളുടെ പോപ്പുലേഷൻ ഒരു നോർമൽ പോപ്പുലേഷൻ ആണ്. നോർമൽ പോപ്പുലേഷൻ ആണെങ്കിൽ അതിലെ എല്ലാ വാല്യൂസിനും എന്താണ്? എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് മ്യൂ ആണ്. അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സിഗ്മ ആയിരിക്കും. ഇനി നമുക്ക് ഇവിടെ രണ്ട് എസ്റ്റിമേറ്റേഴ്സ് തന്നിട്ടുണ്ട്, T1ഉം T2ഉം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അത് അൺബയാസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അൺബയാസ്ഡ്നെസിന്റെ കണ്ടീഷൻ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് T ഈസ് ഈക്വൽ ടു, ഇവിടെ ആണെങ്കിൽ അവരെ നോക്കുന്നത് മ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് T ഈസ് ഈക്വൽ ടു മ്യൂ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും നമ്മളുടെ ഈ ടി എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് അൺബയാസ്ഡ് ആണ് എന്ന് നമ്മൾ പറയും. ഇനി അത് അൺബയാസ്ഡ് അല്ലെങ്കിലോ ഇത് നോട്ട് ഈക്വൽ ടു മ്യൂ ആയിരിക്കും കിട്ടുക. നമുക്ക് മ്യൂ എന്നുള്ള ആൻസർ കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. എക്സ്പെക്ടേഷൻ ഓഫ് T1 ഇത് ചെയ്യുമ്പോൾ എന്താ? ഫൈനലി മ്യൂ എന്ന ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഇത് അൺബയാസ്ഡ് ആണ്, T1 അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. ഇനി മ്യൂ എന്ന ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഇസ് നോട്ട് അൺബയാസ്ഡ്, അത്രേ ഉള്ളൂ. സോ എക്സ്പെക്ടേഷൻ ഓഫ് T1 ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് T1ന്റെ വാല്യൂ എന്താണ്? 4x1 plus 3x2 minus 5x3. 4x1 plus 3x2 minus 5x3. ഇതാണ് എന്ത്? നമ്മളുടെ ഫസ്റ്റ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. T1ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇനി നമ്മളെ എക്സ്പെക്ടേഷൻ ഇതിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടല്ലോ. എക്സ്പെക്ടേഷൻ ഓഫ് AX എന്ന് പറയുന്നത് എന്തായിരുന്നു? A ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് X ആണ്. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് X മൈനസ് വൈ, എക്സ് മൈനസ് പ്ലസ് ഓർ മൈനസ് വൈ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താ? അതും എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് X പ്ലസ് ഓർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ. ഈ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സോ 4 into expectation of x1 plus 3 into expectation of x2 minus 5 into expectation of x3. This is equal to expectation of x1 എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? മ്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. That is equal to മ്യൂ പ്ലസ്, ഇവിടെ നമുക്ക് 3 സാമ്പിൾസ് ഉണ്ട്, x1 x2 x3. സോ ഇവിടെ 4 into മ്യൂ, 4 into മ്യൂ പ്ലസ് 3 into എക്സ്പെക്ടേഷൻ ഓഫ് x2 എന്താണ്? അതും മ്യൂ തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ മൈനസ് 5 മ്യൂ. കാരണം എക്സ്പെക്ടേഷൻ ഓഫ് x3 എന്ന് പറയുന്നത് എന്താ? അതും ഈ നോർമൽ പോപ്പുലേഷൻ നമ്മൾ എടുത്തിട്ടുള്ള ആളല്ലേ. സോ അതുകൊണ്ട് അതും എന്ത് തന്നെയാണ്? അതും നമ്മളുടെ മ്യൂ തന്നെയാണ് വരുന്നത്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 4 മ്യൂ പ്ലസ് 3 മ്യൂ മൈനസ് 5 മ്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 മ്യൂ മൈനസ് 5 മ്യൂ. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 മ്യൂ ആണ്. ഇത് എന്താണ്? ഇത് നമുക്ക് ആൻസർ മ്യൂ എന്നല്ല കിട്ടിയിരിക്കുന്നത്, 2 മ്യൂ എന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു മ്യൂ. Therefore T1 is not an unbiased estimator. T1 എന്താണ്? ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ അല്ല എന്ന് നമ്മൾ പറയുന്നു. കാരണം എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് T ചെയ്തപ്പോൾ നമുക്ക് ആ ഒരു പാരാമീറ്റർ അല്ല കിട്ടിയിട്ടുള്ളത്. സോ അത് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ അല്ല. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് T2 ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് T2 ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എന്താണ് വാല്യൂസ്? x1 പ്ലസ് x2 ബൈ 2. ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് x1 പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് x2. ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മ്യൂ പ്ലസ് മ്യൂ. അതാണ് നമുക്ക് ആൻസർ കിട്ടുക 2 മ്യൂ ഡിവൈഡഡ് ബൈ 2. ദിസ് ഈസ് ഈക്വൽ ടു മ്യൂ. ഇപ്പൊ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് T2 ചെയ്ത് കഴിഞ്ഞപ്പം എക്സ്പെക്ടേഷൻ ഓഫ് T2 ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ ആൻസർ വന്നത്? എക്സ്പെക്ടേഷൻ ഓഫ് T2 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മ്യൂ എന്ന ആൻസർ കിട്ടി. എക്സ്പെക്ടേഷൻ ഓഫ് T1 ചെയ്തപ്പം നമുക്ക് കിട്ടിയത് 2 മ്യൂ ആണ്, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു മ്യൂ. സോ ഇവിടെ ആരാണ് അൺബയാസ് എസ്റ്റിമേറ്റർ? ഇവിടെ നമ്മളുടെ അൺബയാസ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് T2 ആണ്. T2 is an unbiased estimator. T2 is an unbiased estimator. T1 എന്താണ്? അതൊരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ അല്ല.
അതൊരു അൺബയസ്ഡ് എസ്റ്റിമേറ്റർ അല്ല. കാരണം എക്സ്പെക്ടേഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണ് മ്യൂ എന്ന വാല്യൂ കിട്ടിയിട്ടില്ല. സോ അത്രയേ ഉള്ളൂ നമ്മളെ അൺബയാസ്ഡ്നെസ് എന്നുള്ള കോൺസെപ്റ്റ്. ഇനി ഇത് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എസ്റ്റിമേറ്റേഴ്സ് തന്നിട്ടുണ്ടാവും, എന്നിട്ട് അതിൽ നിന്ന് എന്താണ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ. കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ പറയുന്ന വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ജസ്റ്റ് നമ്മുടെ സാമ്പിളിന്റെ സൈസ് ലാർജ് ആവുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്താണ് അത് കുറച്ചും കൂടെ കറക്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. A desirable property of good estimator is that its accuracy should increase when the sample size increases. നമ്മൾ സാമ്പിളിന്റെ സൈസ്, അതായത് നമ്മൾ ഈ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഈ ഒരു സാമ്പിളിന്റെ സൈസ് കൂടി വരുന്നതിനനുസരിച്ച്, അത് കൂടി വരുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ് പറയാൻ വേണ്ടി പറ്റുക, അത് കൂടി വരുന്നതിനനുസരിച്ച് നമുക്ക് പറയാൻ വേണ്ടി പറ്റും നമ്മളുടെ ആക്യുറസി, നമ്മളെ ആൻസർ എന്താണ് കൃത്യമായിരിക്കും. അപ്പൊ എന്താണ് നമ്മളെ ആക്യുറസി എന്താണ് കൂടി വരികയായിരിക്കും ചെയ്യാം. An estimator T is said to be a consistent estimator for the parameter theta if expectation of T tends to theta and variance of T tends to 0 as n tends to infinity. അതായത് നമ്മളുടെ സാമ്പിളിന്റെ സൈസ് കൂടി വരുന്നതിനനുസരിച്ച് നമ്മളുടെ എക്സ്പെക്ടേഷൻ ഓഫ് T, നമ്മളെ മീൻ വാല്യൂ എന്ന് പറയുന്നത് തീറ്റേന്റെ അടുത്ത് എന്താ ക്ലോസർ ആയിട്ട് വരണം. ഇനി നമ്മളുടെ ശരിക്കുള്ള പാരാമീറ്ററും നമ്മളുടെ എസ്റ്റിമേറ്റും തമ്മിൽ എന്താണ് അധികം വേരിയേഷൻ ഉണ്ടാവരുത്. വേരിയേഷൻ എന്താണ് അത് 0ന്റെ അടുത്തായിരിക്കണം. അതായത് ചെറിയ വേരിയേഷൻ മാത്രമേ അവർ തമ്മിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ഏറ്റവും നല്ലത് എന്തായിരിക്കും, തീരെ വേരിയൻസ് ഇല്ലാണ്ടിരിക്കുക, അത് 0 ആവാം വേരിയൻസ്. അതായത് എൻ്റെ എക്സ് ബാർ എന്ന് പറയുന്നത് എനിക്ക് 5 ആണ് കിട്ടിയത്. മ്യൂ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും 5 തന്നെയാണ്. സാമ്പിളിന്റെ മീനും പോപ്പുലേഷന്റെ മീനും എന്താണ് സെയിം തന്നെ ആയിരിക്കാം. അപ്പൊ സാമ്പിൾ സൈസ് കൂടുന്നതിനനുസരിച്ച് എൻ്റെ സാമ്പിൾ മീൻ എന്താണ് എനിക്ക് 5 ആണ് കിട്ടിയിട്ടുള്ളത്. 5 തന്നെയാണ് എന്ത് എൻ്റെ പോപ്പുലേഷന്റെ മീൻ എന്ന് പറയുന്നതും. സോ അതെന്തായി, സാമ്പിൾ സൈസ് കൂടിയപ്പം എൻ്റെ എക്സ്പെക്ടേഷൻ ഓഫ് T എന്ന് പറയുന്നത് അത് ആ ഒരു പാരാമീറ്ററിന്റെ ക്ലോസർ ആയിട്ട് വന്നു. ഇവർ തമ്മിലുള്ള വേരിയേഷൻ എത്രയാണ്, വേരിയേഷൻ ഇവിടെ വരുന്നത് എന്താണ് അത് 0 ആണ്. ഒരു വേരിയേഷനും ഇല്ല. കാരണം എന്താണ് രണ്ടാളും എന്താ സെയിം വാല്യൂസ് ആണ്. സോ അങ്ങനത്തെ കേസിൽ നമുക്ക് പറയാം നമുക്ക് സാമ്പിൾ മീൻ യൂസ് ചെയ്തിട്ട് പോപ്പുലേഷൻ മീൻ എന്താണ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് ആണ് എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ. ഇത് എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ഉണ്ടായിരിക്കും. ഒരു 2 എസ്റ്റിമേറ്റേഴ്സ് വരും, അതിൽ ആരാണ് കൂടുതൽ എഫിഷ്യന്റ് എന്ന് കാണാൻ വേണ്ടി പറയും. പണ്ട് നമ്മൾ കൊവേരിയൻസ് മറ്റേ കോ എഫിഷ്യന്റോ വേരിയേഷനോ ഒക്കെ ചെയ്ത പോലത്തെ ഒരു സെറ്റപ്പാണ്. സോ എസ്റ്റിമേറ്റർ ഏറ്റവും കൂടുതൽ എഫിഷ്യന്റ് ആണ് എന്ന് എപ്പോഴാണ് പറയാം, 2 എസ്റ്റിമേറ്റേഴ്സ് T1 T2 അവർ രണ്ടാളുടെയും വേരിയൻസ് കാണാം. വേരിയൻസ് കുറവാണെങ്കിൽ നമ്മൾ പറയും അതാണ് എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ. അത്രേ ഉള്ളൂ. സോ ഫസ്റ്റ് വൺ അൺബയാസ്ഡ്നെസ്സിൽ നമ്മൾ എന്താ ചെക്ക് ചെയ്തേ, മീൻ ആയിരുന്നു ചെക്ക് ചെയ്തത്. ഇനി വേരിയൻസ് ആണ് വരുന്നതെങ്കിൽ അത് എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണ്. എഫിഷ്യൻസി ഓഫ് എൻ എസ്റ്റിമേറ്റർ ഇസ് റിലേറ്റഡ് ടു ഇറ്റ്സ് വേരിയൻസ്. അതായത് T1 T2 ആണ് നമ്മളുടെ 2 അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ആയിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. T1 T2 2 അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്താണ്, തീറ്റയാണ്. സോ T1 is said to be more efficient than T2. എങ്ങനെയാണ് T1 മോർ എഫിഷ്യന്റ് ആയത്, വേരിയൻസ് ഓഫ് T1 എന്ന് പറയുന്നത് എന്താണ് വേരിയൻസ് ഓഫ് T2-നെക്കാട്ടും ചെറുതാണ്. സോ വേരിയൻസ് ലെസ് ആണെങ്കിൽ നമ്മൾ പറയും മോർ എഫിഷ്യൻസി. വേരിയൻസ് കുറവാണെങ്കിൽ നമ്മൾ പറയും അതെന്താണ് കൂടുതൽ എഫിഷ്യന്റ് ആണ്. ക്ലിയർ ആണോ? സോ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നിങ്ങൾക്ക് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി പറ്റും. മുന്നേ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് അത് ചെയ്യാൻ നമുക്ക് നോക്കാം. X1 X2 X3 ആണ് നമ്മളുടെ ഒരു റാൻഡം സാമ്പിള്. ഒരു മൂന്നാണ് നമ്മുടെ സാമ്പിൾ സൈസ്. ഒരു 3 ആൾക്കാരെ നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് എടുത്തു. അവരുടെ മീൻ എന്ന് പറയുന്ന മ്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സിഗ്മയാണ്. സോ ഇവിടെ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ എന്താണ്, എക്സ്പെക്ടേഷൻ ഓഫ് X1 is equal to എക്സ്പെക്ടേഷൻ ഓഫ് X2 is equal to എക്സ്പെക്ടേഷൻ ഓഫ് X3. അതെന്ന് പറയുന്നത് എന്താണ്, അത് മ്യൂ ആണ്. ആ വാല്യൂ എന്ന് പറയുന്നത് മ്യൂ ആണ്. സോ ഇനി നെക്സ്റ്റ് T1 T2 2 എസ്റ്റിമേറ്റേഴ്സ് തന്നിട്ടുണ്ട്. അത് എന്താണ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ചില കേസസിൽ നമുക്ക് എന്താണ്, ചില കേസസിൽ നമുക്ക് ഈ T1 T2 അൺബയാസ്ഡ് ആണോ എന്ന് കൂടി ചെക്ക് ചെയ്യേണ്ടി വരും. ഇത് 5 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്, ഈസി ആയിട്ട് നമുക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഫസ്റ്റ്, expectation of T1 is equal to expectation of T2 is equal to mu നമ്മൾക്ക് കിട്ടിയിരിക്കണം. കാരണം എന്താണ്, ഈ T1 T2 അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ആണ് എന്ന് ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ എന്താ, അത് മ്യൂ തന്നെയാണ് കിട്ടണത്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യാൻ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല, പക്ഷെ അങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അറിയണ്ടേ. സോ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. Expectation of T1 is equal to expectation of 2x1 plus 2x2 minus 3x3. This is equal to 2 into expectation of x1 plus 2 into expectation of x2 minus 3 into expectation of x3. This is equal to 2 mu plus 2 mu minus 3 mu. This is equal to 4 mu minus 3 mu. എത്രയാണ്? നമുക്ക് mu തന്നെയാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് കേസ് നോക്കിയാലോ. എക്സ്പെക്ടേഷൻ ഓഫ് T2. എക്സ്പെക്ടേഷൻ ഓഫ് T2 എന്ന് പറയുന്നത് എന്തായിരിക്കും? T2 എന്ന് പറയുന്നത് x1 plus 2x2 minus 2x3 ആണ്. x1 plus 2x2 minus 2x3. This is equal to എന്താണ്, എക്സ്പെക്ടേഷൻ ഓഫ് x1 ചെയ്യുമ്പോൾ നമുക്ക് എന്താ മ്യൂ കിട്ടും. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് 2x2 ചെയ്യുമ്പോൾ നമുക്ക് എന്താ 2 മ്യൂ ആയിരിക്കും കിട്ടുക അല്ലേ. നമുക്ക് കിട്ടുക എന്തായിരിക്കും, 2 മ്യൂ ആയിരിക്കും കിട്ടുക, മൈനസ് 2 മ്യൂ. ഇവിടെ എന്നാ 2 into expectation of x3. expectation of x3 എന്താണ്, അത് മ്യൂ ആണ്. സോ ആ കേസിൽ നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുക, 2 മ്യൂ ആയിരിക്കും ആൻസർ കിട്ടുക. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താണ് 2 മ്യൂ എന്താ, അത് ക്യാൻസൽ ഔട്ട് ആയി പോയി. ഇനി ബാക്കിയുള്ള ആൾ ആരാണ്, നമ്മളെ മ്യൂ വാല്യൂ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു മ്യൂ. സോ എക്സ്പെക്ടേഷൻ ഓഫ് T2 മ്യൂ കിട്ടിയിട്ടുണ്ട്, എക്സ്പെക്ടേഷൻ ഓഫ് T1 മ്യൂ തന്നെയാണ്. ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് ഇവരെന്താണ്, അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. ഇനി കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റർ, എഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ T1 ആണോ T2 ആണോ എന്ന് നമുക്ക് കാണണം. അത് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വേരിയൻസ് കാണണം. രണ്ടിൻ്റെയും വേരിയൻസ് ആണ് ഇനി കാണേണ്ടത്. സോ വേരിയൻസ് ഓഫ് T1 is equal to, വേരിയൻസ് ഓഫ് T1 is equal to വേരിയൻസ് ഓഫ് 2x1 plus 2x2, 2x1 plus 2x2 minus 3x3 മൈനസ് 3x3. ഇനി വേരിയൻസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നേ. വേരിയൻസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരുന്നു, വേരിയൻസ് ഓഫ് AX is equal to A² വേരിയൻസ് ഓഫ് X. ഇതായിരുന്നു നമ്മളുടെ ആദ്യത്തെ പ്രോപ്പർട്ടി. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇതായിരുന്നു. ഇനി വേരിയൻസ് ഓഫ് X പ്ലസ് ഓർ മൈനസ് 5, വേരിയൻസ് ഓഫ് X പ്ലസ് 5 അല്ലെങ്കിൽ വേരിയൻസ് ഓഫ് X മൈനസ് 5 എന്ത് തന്നെ ആയാലും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് X പ്ലസ് വേരിയൻസ് ഓഫ് Y ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമ്മളെ വേരിയൻസ് ഫുൾ പോസിറ്റീവ് വൈബ്സ് മാത്രമാണ്. അകത്ത് നെഗറ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും പുറത്തേക്ക് അതിന്റെ റിസൾട്ട് വരുമ്പം എന്തായിരിക്കും, അത് പോസിറ്റീവ് ആയിരിക്കും. വേരിയൻസ് ഓഫ് X പ്ലസ് ഓർ മൈനസ് 5 ഏത് തന്നെ ആയാലും, പ്ലസ് 5 ആയിക്കോട്ടെ അല്ലെങ്കിൽ മൈനസ് 5 ആയിക്കോട്ടെ, നമുക്ക് ഔട്ട്കം വന്നു കഴിയുമ്പോൾ റിസൾട്ട് എന്താണ്, വേരിയൻസ് ഓഫ് X പ്ലസ് വേരിയൻസ് ഓഫ് Y ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ എന്താ നമുക്ക് ആൻസർ വരിക, വേരിയൻസ് ഓഫ് 2x1 എന്തായിരിക്കും, അതെന്താണ്, A² വേരിയൻസ് ഓഫ് X. സോ എന്താണ് 2² വേരിയൻസ് ഓഫ് X. സോ 2² എന്താണ്, അത് 4. സോ 4 into വേരിയൻസ് ഓഫ് X പ്ലസ് ഇവിടെ എന്താ 4 into വേരിയൻസ് ഓഫ് X2. ഇനി ഇവിടെ എന്താണ്, മൈനസ് ആണ്, പക്ഷെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ, അത് പ്ലസ് ആയിരിക്കും വരിക. അത് നമ്മളെ വേരിയൻസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. സോ പ്ലസ് 3² എത്രയാണ്, 9. സോ 9 into വേരിയൻസ് ഓഫ് X3. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ വേരിയൻസ് ഓഫ്, ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു സിഗ്മ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളെ വേരിയൻസ് എന്തായിരിക്കും, വേരിയൻസ് ഇസ് ഈക്വൽ ടു σ² ആയിരിക്കും അല്ലേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, അത് റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ അത് സിഗ്മ ആണെങ്കിൽ നമ്മളുടെ വേരിയൻസ് എന്ന് പറയുന്നത് σ² ആയിരിക്കും. സോ ഇവിടെ വേരിയൻസ് ഓഫ് X1 is equal to വേരിയൻസ് ഓഫ് X2 is equal to വേരിയൻസ് ഓഫ് X3, അതായത് അതെന്താണ്, അത് σ² ആയിരിക്കും. സോ ഇവിടെ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. ദിസ് ഈസ് ഈക്വൽ ടു
4 sigma square. Variance of x1, x2, x3 ഒക്കെ എന്താണ്? അതൊക്കെ സിഗ്മ സ്ക്വയർ ആണ്. സിഗ്മ സ്ക്വയർ കൊടുക്കാം. 4 sigma square plus 4 sigma square plus 9 sigma square. എത്രയാണ് നമുക്ക് ഇവിടെ ആൻസർ വരുന്നത്? എത്രയാണോ ആൻസർ വരുന്നത്? യെസ്, നമുക്ക് ആൻസർ വരുന്നത് ദിസ് ഇസ് ഈക്വൽ ടു 17 sigma square. 17 sigma square ആണ് ഫസ്റ്റ് വണ്ണിൽ നമുക്ക് വേരിയൻസ് കിട്ടിയിട്ടുള്ളത്. ഇനി വേരിയൻസ് ഓഫ് T2 കാണാലോ. സോ വേരിയൻസ് ഓഫ് T2 is equal to വേരിയൻസ് ഓഫ് T2 എന്താണ്? x1 plus 2x2 plus 2x2 minus 2x3. This is equal to, ഇതിനെ നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് x1 പ്ലസ് 2ന്റെ സ്ക്വയർ 4. സോ 4 വേരിയൻസ് ഓഫ് x2 പ്ലസ് വീണ്ടും 2 സ്ക്വയർ. സോ 4 into വേരിയൻസ് ഓഫ് x3. This is equal to variance of x1 sigma square plus 4 sigma square plus 4 sigma square. Final answer വരുന്നത് 9 sigma square ആണ്. സോ ഇവിടെ ഫസ്റ്റ് വൺ വേരിയൻസ് ഓഫ് T1 എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് T1 is equal to 17 sigma square ആൻഡ് വേരിയൻസ് ഓഫ് T2 എന്ന് പറയുന്നത് 9 sigma square ആണ്. ഇതിൽ ആരാണ് ഏറ്റവും ചെറിയ വാല്യൂ? യെസ്, 9 ആണോ 17 ആണോ ചെറുത്? 9 അല്ലേ ചെറുത്. സോ നമ്മളെ ചെറിയ വേരിയൻസ് ഉള്ളത് ആർക്കാണ്? അത് നമ്മളെ T2-നാണ് ചെറിയ വേരിയൻസ് ഉള്ളത്. ദാറ്റ് ഈസ് 9 sigma square. 9 sigma square is less than 17 sigma square. അതുകൊണ്ട് തന്നെ എന്താണ് വേരിയൻസ് ഓഫ് T2? Variance of T2 is less than variance of T1. Variance of T2 is less than variance of T1. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ വേണ്ടി പറ്റുക? ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പറയാൻ വേണ്ടി പറ്റുക? നമ്മളുടെ കൂടുതൽ എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആരാണ്? അത് T2 ആണ്. T2 is more efficient. അല്ലേ? T2 ആണ് ഈ കേസിൽ കൂടുതൽ എഫിഷ്യന്റ് എന്ന് പറയുന്ന ആരാണ്? T2 ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമ്മളെ വേരിയൻസ് ഏറ്റവും ചെറുത്, ഏറ്റവും കുറവ് വേരിയൻസ് വന്നിരിക്കുന്നത് നമ്മളെ T2-നാണ്. സോ അതുകൊണ്ട് കുറവ് വേരിയൻസ് വന്നിരിക്കുന്നത് T2-നാണ്. അതുകൊണ്ട് നമുക്ക് പറയാം T2 is more efficient. T1 എന്താണ്? വലിയ വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത് വേരിയൻസ്. അതുകൊണ്ട് എന്താണ്? അത് ലെസ് എഫിഷ്യന്റ് ആണ് കമ്പയർ ടു T2. സോ T1 ഉം T2 നോക്കുമ്പോൾ ആരാണ് കൂടുതൽ എഫിഷ്യന്റ്? അത് നമ്മളുടെ T2 ആണ്. ഇനി നമ്മളുടെ ലാസ്റ്റ് പ്രോപ്പർട്ടി ആണ് സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ. ഒരു എസ്റ്റിമേറ്റർ എപ്പോഴാണ് സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ എന്ന് പറയാൻ വേണ്ടി പറ്റുക? ഇപ്പൊ നമ്മളുടെ എസ്റ്റിമേറ്റർ, ആ എസ്റ്റിമേറ്റർ നമുക്ക് എന്താ ഈ പാരാമീറ്ററിനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ഈ സാമ്പിളിന്റെ സ്റ്റാറ്റിസ്റ്റിക്കിൽ നിന്ന് നമ്മൾക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷൻ, ഈ സാമ്പിളിൽ നിന്ന് ഈ പോപ്പുലേഷനെ പറ്റിയിട്ട് ഫുൾ ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയും ഈ ഒരു എസ്റ്റിമേറ്റർ എന്താണ്? സഫിഷ്യന്റ് ആണ്. An estimator is said to be sufficient estimator of a parameter if it contains all information in the sample about parameter. നമ്മളുടെ ഈ എസ്റ്റിമേറ്റർ എന്താണ്? നമ്മൾ ഈ പാരാമീറ്ററിനെ പറ്റി ഫുൾ ഐഡിയ നമുക്ക് തരികയാണ്. നമ്മൾ ഈ പോപ്പുലേഷനെ പാരാമീറ്ററിനെ പറ്റി ഫുൾ ഐഡിയ തരികയാണെങ്കിൽ നമ്മൾ എന്താണ് പറയാ? നമ്മൾ പറയും നമ്മളുടെ എസ്റ്റിമേറ്റർ എന്താണ്? സഫിഷ്യന്റ് ആണ്. ഇനി ഇഫ് an estimator is capable to provide all information contained in the sample about the parameter. ഇനി ഒരു എസ്റ്റിമേറ്റർക്ക് നമ്മളെ പാരാമീറ്ററിനെ പറ്റി ഫുൾ ഇൻഫർമേഷൻ തരാൻ പറ്റും എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ദി പാരാമീറ്റർ. It is sufficient to substitute the parameter. അതായത് നമ്മളുടെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്, ഈ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എന്താക്കും? നമ്മൾ ഈ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? നമ്മളെ പാരാമീറ്ററും അത് തന്നെയാണല്ലോ. സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എനിക്ക് കിട്ടിയിട്ടുണ്ട് മീൻ എക്സ് ബാർ ആണ്. അത് കറക്റ്റ് ആയിട്ട് എന്താ? അത് പോപ്പുലേഷൻ മീനും എന്താ? സെയിം ആണ്. എക്സ് ബാറും എന്താണ്? മ്യൂവും ഈക്വൽ ആണ്. സോ എന്താണ്? ഈ മ്യൂവിന്റെ സ്ഥലത്ത് എനിക്ക് എക്സ് ബാർ എഴുതി വെക്കാലോ. അത്രയുള്ള സംഭവം നമ്മൾ എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഫൈനലി നമ്മൾ തുടക്കത്തില് ഒരു ക്വസ്റ്റ്യൻ വെച്ചായിരുന്നു തുടങ്ങിയപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? സാമ്പിൾ മീൻ, സാമ്പിൾ മീഡിയൻ ആൻഡ് സാമ്പിൾ മോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പോപ്പുലേഷന് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മൂന്നെണ്ണത്തിൽ ആരാണ് ഏറ്റവും ഗുഡ് എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും നല്ലൊരു എസ്റ്റിമേറ്റർ എന്ന് നമ്മൾ പറഞ്ഞാൽ അത് ആരായിരിക്കും? അതാണ് നമ്മളുടെ ഡൗട്ട്. സോ
സാമ്പിൾ മീൻ നമ്മൾ പറഞ്ഞു അൺബയാസ്ഡ് ആണ്, അത് കൺസിസ്റ്റന്റ് ആണ്, പിന്നെ അത് എഫിഷ്യന്റ് ആണ്, ഫൈനലി അത് സഫിഷ്യന്റും ആണ്. സോ ഈ മൂന്നാൾക്കാരിൽ ആരാണ് ഏറ്റവും ബെസ്റ്റ് എസ്റ്റിമേറ്റർ നമുക്ക് പറയാൻ വേണ്ടി പറ്റുക? യെസ്, അത് നമ്മളുടെ സാമ്പിൾ മീൻ ആണ്. സോ സാമ്പിൾ മീൻ ഇസ് അൺബയാസ്ഡ്, കൺസിസ്റ്റന്റ് ആൻഡ് സഫിഷ്യന്റ് ഫോർ ദി പോപ്പുലേഷൻ മീൻ. അപ്പൊ ഈ പോപ്പുലേഷൻ മീൻ കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല എസ്റ്റിമേറ്റർ ആരാണ്? നമ്മളെ സാമ്പിൾ മീൻ ആണ്. ഇത് വൺ മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുണ്ട്. പോപ്പുലേഷൻ മീനിന്റെ ഏറ്റവും ബെസ്റ്റ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് ആരാണ്? നമ്മളുടെ സാമ്പിൾ മീൻ ആണ്. ഇനി മെത്തേഡ് ഓഫ് മൊമെന്റ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു എസ്റ്റിമേഷൻ നടത്താൻ വേണ്ടി പറ്റുക, അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ സ്ക്യൂനെസ് ഒക്കെ പഠിച്ചില്ലായിരുന്നോ? നമ്മൾ +1 ക്ലാസ്സിൽ സ്ക്യൂനെസ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മൾ എന്താ മൊമെന്റ്സ് യൂസ് ചെയ്തിട്ടായിരുന്നു സ്ക്യൂനെസ് നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 മെത്തേഡ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം എന്തായിരുന്നു? സ്ക്യൂനെസ് നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നത് മൊമെന്റ്സ് യൂസ് ചെയ്തിട്ടായിരുന്നു. അവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെൻട്രൽ മൊമെന്റ്സ് ആയിരുന്നു അല്ലെ. ഇങ്ങനെ μ1 is equal to summation x minus x bar by n, പിന്നെന്താ μ2 is equal to summation x minus x bar whole square by n. ഇങ്ങനെയായിരുന്നു നമ്മൾ സെൻട്രൽ മൊമെന്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് റോ മൊമെന്റ്സ് ആണ്. സെൻട്രൽ മൊമെന്റ്സ് അല്ല, റോ മൊമെന്റ്സ് ആണ് നമ്മളോട് നോക്കാൻ വേണ്ടി പോകുന്നത്. ദി ആർത്ത് റോ മൊമെന്റ് ഓഫ് ദി സാമ്പിൾ എന്ന് പറയുന്നത്, ആർത്ത് റോ മൊമെന്റ് എന്ന് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇവിടെ എന്താ വ്യത്യാസം വരുന്നത്? ഇതും തമ്മിൽ നമ്മൾ അരിത്മെറ്റിക് മീൻ വെച്ചിട്ട് മൈനസ് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. ജസ്റ്റ് എക്സ് മാത്രമേ നമ്മൾ എടുക്കുന്നു. സോ ഇവിടെ MR' എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. MR' is equal to summation x⁻⁴ ഇനി μR' എന്താണ്? μR' എന്ന് പറയുന്നത് അത് പോപ്പുലേഷനിൽ നിന്നാണ് ഈ ആർത്ത് മൊമെന്റ് എടുക്കുന്നത് എങ്കിൽ, സാമ്പിളിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എന്തായിരുന്നു MR' എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. ഇനി അത് പോപ്പുലേഷനിൽ നിന്നാണ് ഞാൻ എടുക്കുന്നതെങ്കിലോ അതിനെ നമ്മൾ μR' എന്നാണ് ഡിനോട്ട് ചെയ്യുക. μR' is equal to ആർത്ത് ഓർഡർ റോ മൊമെന്റ് ഓഫ് ദി പോപ്പുലേഷൻ. അത് ആർത്ത് ഓർഡർ റോ മൊമെന്റ് ആണ്. ഇനി നമ്മളിത് ഇക്വേറ്റ് ചെയ്യാണ്. നമ്മളുടെ ഈ പോപ്പുലേഷന്റെ റോ മൊമെന്റും സാമ്പിളിന്റെ റോ മൊമെന്റും നമ്മൾ എന്താണ് ഇക്വേറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്താ ആൻസർ കിട്ടുക? μR' എന്ന് പറയുന്നതും എക്സ്പെക്ടേഷൻ ഓഫ് x⁻⁴ ആണ്. μR' എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് x⁻⁴ ആണ്. അങ്ങനെയാണെങ്കിൽ μ1' is equal to m1' എന്ന് പറയുകയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് x എന്ന് പറയുന്നത് എന്താണ്? അത് x ബാർ ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് x എന്ന് പറയുന്നത് നമ്മളുടെ പോപ്പുലേഷന്റെ ആളാണ്. ആണ് μ1' ആണ് എന്ത്? നമ്മളെ എക്സ്പെക്ടേഷൻ ഓഫ് x. കാരണം എന്താണ്? μR' എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് x⁻⁴ ആണ്. ആൻഡ് μ1' ആണെങ്കിലോ അതെന്തായിരിക്കും? എക്സ്പെക്ടേഷൻ ഓഫ് x⁻⁴. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് x. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, എക്സ്പെക്ടേഷൻ ഓഫ് x എന്ന്. ഇനി MR' ഇക്വേഷൻ എന്തായിരുന്നു? MR' is equal to summation x⁻⁴. ഇതായിരുന്നല്ലോ നമ്മുടെ ഇക്വേഷൻ. ഇവിടെ നോക്കിക്കേ, MR' എന്ന് പറയുന്നത് സമ്മേഷൻ x⁻⁴/n ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ R-ന് ഞാൻ 1 എന്നുള്ള വാല്യൂ കൊടുത്തു. സോ R-ന് ഞാൻ 1 എന്നുള്ള വാല്യൂ കൊടുത്തു. സോ M1' എന്ന് പറയുന്നത് സമ്മേഷൻ x⁻⁴. അതെന്താണ്? x തന്നെയാണ്, ഡിവൈഡഡ് ബൈ n. സമ്മേഷൻ x/n ഇത് നമ്മളിവിടെ കണ്ടിട്ടില്ലേ? സം ഓഫ് ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. എന്തായിരുന്നു അത്? നമ്മളുടെ അരിത്മെറ്റിക് മീൻ x ബാർ അല്ലേ അത്. സോ M1' ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? x ബാർ കിട്ടി. μ1' ചെയ്തപ്പോൾ എനിക്ക് എന്താണ് കിട്ടിയത്? എക്സ്പെക്ടേഷൻ ഓഫ് x കിട്ടി. എക്സ്പെക്ടേഷൻ ഓഫ് x ഒരു പോപ്പുലേഷന്റെ മീന് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ മ്യൂ യൂസ് ചെയ്തിട്ടല്ല ഡിനോട്ട് ചെയ്യാം. സോ μ is equal to x ബാർ എന്ന് നമുക്ക് കിട്ടി. ഇതായിരുന്നില്ലേ നേരത്തെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? സോ മൊമെന്റ്സ് യൂസ് ചെയ്തിട്ടും നമുക്ക് എന്താണ് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ദാറ്റ് മീൻസ് മൊമെന്റ് എസ്റ്റിമേറ്റർ ഫോർ ദി പോപ്പുലേഷൻ മീൻ മ്യൂ എന്ന് പറയുന്നത് എന്താണ്? സാമ്പിൾ മീനാണ്. നമ്മളുടെ പോപ്പുലേഷൻ മീനിന്റെ എസ്റ്റിമേറ്റർ മൊമെന്റ്സ് യൂസ് ചെയ്ത് കണ്ടുപിടിച്ചപ്പം നമുക്ക് എന്താണ് കിട്ടിയത്? x ബാർ ആണ് നമ്മളുടെ പോപ്പുലേഷൻ മീനിന്റെ എസ്റ്റിമേറ്റർ. സോ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് T ഈസ് ആൻ എസ്റ്റിമേറ്റർ ഓഫ് ദി പാരാമീറ്റർ തീറ്റ. T എന്താണ്? ഒരു എസ്റ്റിമേറ്റർ ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് T ഈസ് ഈക്വൽ ടു തീറ്റ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്താ വിളിക്കുക?
എക്സ്പെക്ടേഷൻ ഓഫ് ടി ഇസ് ഈക്വൽ ടു തീറ്റ കിട്ടിയാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഇത് എന്ത് പ്രോപ്പർട്ടി ആയിരുന്നു? ഇത് നമ്മളുടെ അൺബയാസ്നെസിന്റെ പ്രോപ്പർട്ടിയാണ്. സോ ഇതെന്താണ്? നമ്മളുടെ അൺബയാസ്നെസിന്റെ പ്രോപ്പർട്ടിയാണ്. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഈ പ്രോപ്പർട്ടീസ് എല്ലാം അതിന്റെ ഡെഫിനിഷൻ എന്താണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം അത് എക്സാമിന് ഇതുപോലെ 1 മാർക്കിന് ചോദിക്കാറുണ്ട്. സോ അൺബയാസ്നെസ് എന്ന് പറയുന്നത് എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു തീറ്റ വരികയാണെങ്കിൽ നമ്മൾ പറയാത് അൺബയാസ്ഡ് ആണ്. പിന്നെ ഇവിടെ നെക്സ്റ്റ് കൺസിസ്റ്റൻസി, അതെന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ടെൻസ് ടു തീറ്റ ആൻഡ് വേരിയൻസ് ഓഫ് ടി ടെൻസ് ടു 0 എപ്പോഴാണ്? n ടെൻസ് ടു ഇൻഫിനിറ്റി. സാമ്പിൾ സൈസ് ലാർജ് ആകുമ്പോൾ എന്താണ്? നമ്മൾ എക്സ്പെക്ടേഷൻ എന്താണ്? അത് തീറ്റയിലേ എടുക്കും. പിന്നെ വേരിയൻസ് എന്തായിരിക്കും? ആ കേസിൽ 0 ആയിരിക്കും. സഫീഷ്യന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫുൾ ഇൻഫർമേഷൻ. എല്ലാ ഇൻഫർമേഷനും ഈ പാരാമീറ്ററിനെ പറ്റിയിട്ട് ഫുൾ ഇൻഫർമേഷൻ നമുക്ക് എന്താണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയും അതെന്താണ്? സഫീഷ്യന്റ് എസ്റ്റിമേറ്റർ ആണ്. ഇനി എഫിഷ്യൻസി നമ്മൾ എന്തായിരുന്നു പറയാം? വേരിയൻസ് ഓഫ് T1 ലെസ് ദാൻ വേരിയൻസ് ഓഫ് T2. അങ്ങനെയാണെങ്കിൽ എന്താ? T1 ആണ് എഫിഷ്യന്റ്. T1 ആണ് ആ കേസിൽ എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ. T1 ആണ് എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, മൊമെന്റ് എസ്റ്റിമേറ്റ് ഫോർ ദി പോപ്പുലേഷൻ മീൻ. പോപ്പുലേഷൻ മീൻ ആരാണ്? നമ്മളുടെ മ്യൂ വാല്യൂ ആണ് ആര്? നമ്മളെ പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് അല്ലെ. പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്ന ആരാണ്? അത് മ്യൂ ആണ്. ആ മ്യൂവിനെ കണ്ടുപിടിക്കാനുള്ള മൊമെന്റ് എസ്റ്റിമേറ്റർ എന്താണ്? അതിന്റെ മൊമെന്റ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് എന്താണ്? അത് എക്സ് ബാർ ആണ്. നമ്മളുടെ മൊമെന്റ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് എക്സ് ബാർ ആണ്. ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അല്ലെ, ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. സോ മ്യൂ ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് ബാർ ആണ്. ഇവിടെ നമുക്ക് എന്താ? സാമ്പിളിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് obtain the moment estimate for the population mean. പോപ്പുലേഷൻ മീനിന്റെ മൊമെന്റ് എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കാനാണ്. സോ നമ്മൾ ചെയ്യേണ്ടത് എന്താ? എക്സ് ബാർ ആണ് കാണേണ്ടത്. സോ എക്സ് ബാർ കാണാലോ. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ബൈ എൻ. അതായത് നമ്മൾ എക്സിന്റെ വാല്യൂസ് എന്താ? അതെല്ലാം ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ നമ്മളുടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. നമ്മളെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ദിസ് ഇസ് ഈക്വൽ ടു ഈ വാല്യൂസ് എല്ലാം ആഡ് ചെയ്യാലോ. 14 + 12 + 13 അങ്ങനെ എല്ലാതും ആഡ് ചെയ്തിട്ട് പ്ലസ് ലാസ്റ്റ് എന്താണ്? 15 + 16. 15 + 16 ഹോൾ ഡിവൈഡഡ് ബൈ ഈ സമ്മ്, ഈ വാല്യൂസ് എല്ലാം എന്താക്കി ഞാൻ ആഡ് ചെയ്തു. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? ഇനി ഞാൻ 1 2 3 4 5 6 7 8 9 10 11 12 ഇവിടെ നമ്മൾക്ക് എന്നിന്റെ വാല്യൂ എന്താണ്? n ഇസ് ഈക്വൽ ടു 12 ആണ്. സോ ഡിവൈഡഡ് ബൈ എന്താണ്? 12 ചെയ്തു. ഈ സമ്മ എന്താണ്? ഇതെല്ലാം ഞാൻ ആഡ് ചെയ്തു. ഈ ഒബ്സർവേഷൻസ് എല്ലാം ഞാൻ എന്താക്കി? ആഡ് ചെയ്തു. എന്നിട്ട് എന്താക്കി? ഡിവൈഡഡ് ബൈ n ചെയ്തു. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇത് എത്രയാണ്? ഇത് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ 201 ആണ്. ആൻഡ് ഡിവൈഡഡ് ബൈ 12 ദിസ് ഇസ് ഈക്വൽ ടു 16.75. 16.75 ആണ് എനിക്ക് എക്സ് ബാർ കിട്ടിയിരിക്കുന്നത്. സോ നമ്മളുടെ മൊമെന്റ് എസ്റ്റിമേറ്റ് മ്യൂ ക്യാപ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ ഇസ് ഈക്വൽ ടു 16.75. ഇതാണ് നമ്മളെ മൊമെന്റ് എസ്റ്റിമേറ്റ്. മൊമെന്റ് എസ്റ്റിമേറ്റ് ഫോർ ദി പോപ്പുലേഷൻ മീൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മളെ മൊമെന്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഹായ് അഫ്നാസ്. സോ ഇത് ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? സോ ഇവിടെ നമുക്ക് എന്താ? മൊമെന്റ് എസ്റ്റിമേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ നോക്കാനുള്ളത്? നെക്സ്റ്റ് നമ്മളുടെ ഇന്റർവൽ എസ്റ്റിമേഷൻ ആണ് നോക്കാനുള്ളത്. ഇന്റർവൽ എസ്റ്റിമേഷൻ ഇത്രയും നേരം നമ്മൾ നോക്കിയത് എന്തായിരുന്നു? പോയിന്റ് എസ്റ്റിമേഷൻ. കൃത്യമായിട്ട് ഒരു പോയിന്റ് നമ്മൾ പറയാണ്. കൃത്യമായിട്ടൊരു പോയിന്റ്, ഇതാണ് നമ്മളുടെ പോപ്പുലേഷൻ മീൻ. 16.75 ആണ് എൻ്റെ പോപ്പുലേഷൻ മീൻ. ഇങ്ങനെ എന്താണ്? കൃത്യമായിട്ടൊരു പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ഒരു ഇന്റർവൽ ആണെങ്കിലോ, ഇന്റർവൽ എസ്റ്റിമേഷൻ എന്താണെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ എന്താണ് ഇന്റർവൽ എസ്റ്റിമേഷൻ? In point estimation we estimated a single quantity of a parameter. സിംഗിൾ വാല്യൂ അല്ലേ പറഞ്ഞത്? അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്റർവൽ എസ്റ്റിമേഷൻ എന്തായിരിക്കും ചെയ്യാം? This estimated value cannot be expected to coincide with the true value of the population parameter. നമ്മളൊരു സിംഗിൾ വാല്യൂ പറഞ്ഞു, അത് തന്നെയാണ് നമ്മളുടെ പോപ്പുലേഷന്റെ പാരാമീറ്റർ എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അത് കറക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ പ്രൊഡിക്ട് ചെയ്യുന്നത്, ചിലപ്പോൾ എന്താണ് കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു കേസിലാണ് നമ്മളെ ഇന്റർവൽ എസ്റ്റിമേഷൻ വരുന്നത്. ഇൻ സച്ച് കേസസ് വി ക്യാൻ സജസ്റ്റ് എ ലാർജ് ഇന്റർവൽ വിത്ത് മോർ കോൺഫിഡൻസ്. നമുക്ക് എന്താണ് ആ ഒരു ഇന്റർവെല്ലിലാണ് അത് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. അതാണ് നമ്മൾ കോൺഫിഡൻസ് ഇന്റർവൽ എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്.
The confidence to expect the true value within the suggested interval will decrease when the interval becomes small. എൻ്റെ ഇൻറ്റർവൽ വളരെ സ്മോൾ ആണെന്ന് വിചാരിക്കാം. ഇപ്പം എൻ്റെ മീൻ എന്ന് പറയുന്നത് 50 ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇൻറ്റർവൽ ഞാൻ പറഞ്ഞു 49ൻ്റെയും 51ൻ്റെയും ഇടയിലാണ്. ഇനി എൻ്റെ വാല്യൂ 50 അല്ല, പകരം എന്താ ചിലപ്പം 51.5 ആണെങ്കിലോ? അപ്പം ഞാൻ പറയുന്നത് എന്താ, എൻ്റെ ആ ഒരു പ്രഡിക്ഷൻ എന്താണ്, അത് ഇൻറ്റർവെലിൻ്റെ ലെങ്ത് ചെറുതാവുന്നതിനനുസരിച്ച് എൻ്റെ കോൺഫിഡൻസ് എന്താണ്, അത് കുറവായിരിക്കും. ഹായ് സുമിത്. സോ ഇതെന്താണ്, നമുക്ക് എന്താണ് ഇൻറ്റർവെലിന്റെ വാല്യൂ എന്താണ്, ആ ഒരു റേഞ്ച് എന്താ കുറയുന്നതിനനുസരിച്ച് നമ്മളെ കോൺഫിഡൻസ് എന്താണ്, അത് കുറഞ്ഞായിരിക്കും വരിക. ഇനി എൻ്റെ ഇൻറ്റർവെല് ഞാൻ കുറച്ചും കൂടെ ലാർജ് ആക്കി. എൻ്റെ ഇൻറ്റർവെല് ഞാൻ ഇങ്ങനെ ആക്കി 45ൻ്റെയും 55ൻ്റെയും ഇടയിലാണ് എൻ്റെ മീൻ വാല്യൂ വരുന്നത്. സോ ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ എന്തായിരിക്കും, എന്താ നമുക്ക് പറയാൻ വേണ്ടി പറ്റുക, എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസിൽ പറയാം. കാരണം ഈ 50 ആണെങ്കിലും 51.5 ആണെങ്കിലും അങ്ങനെ എത്ര ചെറിയ ചെറിയ വേരിയേഷൻ വന്നാലും അതെന്നെ ബാധിക്കുന്നില്ലല്ലോ, അതെന്നെ ബാധിക്കുന്ന കാര്യമില്ല, അതെന്നെ ഒരു രീതിയിൽ എഫക്ട് ചെയ്യുന്നില്ല. കാരണം എന്താ, എനിക്ക് ഫുൾ കോൺഫിഡൻസിൽ പറയാം ഈ ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലാണ് എൻ്റെ മീൻ വാല്യൂ ഉള്ളത് എന്ന്. സോ നമ്മളുടെ ഇന്റർവെൽ എന്താണ്, ഇന്റർവെൽ ആണ് നമ്മൾ പറയുന്നതെങ്കിൽ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എന്താ ഇതിൽ തന്നെയാണ് എൻ്റെ ട്രൂ വാല്യൂ ഉള്ളത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. Such an interval is known as confidence interval. സോ അത്തരത്തിലുള്ളൊരു ഇന്റർവെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, കോൺഫിഡൻസ് ഇന്റർവെൽ. അതാണ് നമ്മളുടെ കോൺഫിഡൻസ് ഇന്റർവെൽ. സോ or 1 minus alpha into 100% confidence interval. ഈ 1 minus alpha എന്ന് പറയുന്നത് അതാണ് നമ്മളെ കോൺഫിഡൻസ് കോഎഫിഷ്യന്റ്. അതാണ് നമ്മളുടെ കോൺഫിഡൻസ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ കോൺഫിഡൻസ് കോഎഫിഷ്യന്റ് എന്താണ് എന്നുള്ളത്. സോ അത് നമ്മളുടെ 1 minus alpha ആണ് എന്ത്, കോൺഫിഡൻസ് കോഎഫിഷ്യന്റ്, വിച്ച് ഇസ് ദി പ്രോബിലിറ്റി ദാറ്റ് ആക്ച്വൽ വാല്യൂ ഓഫ് ദി പാരാമീറ്റർ ടു ബീങ് ഇൻക്ലൂഡഡ് ഇൻ ദി ഇന്റർവെൽ. അതായത് ആക്ച്വൽ വാല്യൂ, നമ്മുടെ ട്രൂ വാല്യൂ എന്താണ്, ഇതിന്റെ അകത്തായിരിക്കും, ഈ ഒരു റേഞ്ചിന്റെ ഈ ഒരു ഇന്റർവെല്ലിന്റെ അകത്തായിരിക്കും എന്ന് പറയാനുള്ള നമ്മളെ കോൺഫിഡൻസ് ലെവലാണെന്ത്, ഈ 1 minus alpha എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ പോപ്പുലേഷൻ മീൻ, എന്താണെന്ന് നോക്കാം. നമുക്ക് പോപ്പുലേഷൻ മീനിന്റെ കേസ് മാത്രമേ പഠിക്കാനുള്ളൂ. ഈ പോപ്പുലേഷൻ മീനിന്റെ കേസ് മാത്രമേ നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളൂ. സോ അതെന്താണെന്ന് നോക്കിയാലോ. 1 minus alpha into 100% കോൺഫിഡൻസ് ഇന്റർവെല്ലില് പോപ്പുലേഷൻ മീന് കണ്ടുപിടിക്കാനുള്ള നമ്മളുടെ ഇന്റർവെല്ലിന്റെ ഇക്വേഷൻ ആണ് ഈ കാണുന്നത്. ഈ ഒരു ഇന്റർവെല്ലിലാണ് നമ്മളുടെ ആരുള്ളത്, പോപ്പുലേഷൻ മീൻ ഉള്ളത്. സോ ഇക്വേഷൻ എന്താണ്, എക്സ് ബാർ മൈനസ് സിഗ്മ ബൈ റൂട്ട് 10 ഇൻറ്റു സെഡ് ആൽഫ ബൈ 2, എക്സ് ബാർ പ്ലസ് സിഗ്മ ബൈ റൂട്ട് 10 ഇൻറ്റു സെഡ് ആൽഫ ബൈ 2. ഇവിടെ എന്താണ്, ഒന്ന് പഠിച്ചാൽ രണ്ടുണ്ട് കാര്യം. ഇവിടെ ഇത് എല്ലാ വാല്യൂസ് എന്താണ്, സെയിം ആണ്. ഫസ്റ്റ് വാല്യൂ എന്താ, മൈനസ് ആയിരിക്കും. സെക്കൻഡ് എന്താ, അത് പ്ലസ് ആയിരിക്കും. വേറെ ഒരു സംഭവം മാറ്റം വരുന്നില്ല. സോ ഒരെണ്ണം പഠിച്ചാലോ. ഫസ്റ്റ് ഞാൻ പഠിച്ചു, ഓക്കെ, എക്സ് ബാർ മൈനസ് സിഗ്മ ബൈ റൂട്ട് 10 ഇൻറ്റു സെഡ് ആൽഫ ബൈ 2. സെക്കൻഡ് വൺ ഫ്രീ അല്ലേ, അതിനെന്തൊരു പ്ലസ് ഇട്ട് കൊടുത്താൽ പോരെ, എക്സ് ബാർ പ്ലസ് സിഗ്മ ബൈ റൂട്ട് 10 ഇൻറ്റു സെഡ് ആൽഫ ബൈ 2. ഹിയർ എ സാമ്പിൾ സൈസ് ഓഫ് n ഇസ് ഡ്രോൺ ഫ്രം എ നോർമൽ പോപ്പുലേഷൻ. n എന്താണ് ഇവിടെ, n എന്ന് പറയുന്നത് സാമ്പിളിന്റെ സൈസാണ്. നമ്മൾ എന്ത് പോപ്പുലേഷനിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സാമ്പിൾ എടുത്തിരിക്കുന്നത്, നോർമൽ പോപ്പുലേഷന്റെ കേസ് മാത്രമേ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നോർമൽ പോപ്പുലേഷനിൽ നിന്ന് ഞാനൊരു സാമ്പിൾ സൈസ് n ആയിട്ടുള്ളൊരു സാമ്പിൾ എടുത്തു. സോ എൻ്റെ സാമ്പിൾ സൈസ് എന്താണ്, n ആണ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എന്ത്, സിഗ്മ. പിന്നെ ഇവിടെ ആരാണുള്ളത്, എക്സ് ബാർ എന്താണ്, എൻ്റെ സാമ്പിളിന്റെ മീനാണ് എന്ത്, എക്സ് ബാർ എന്ന് പറയുന്നത്. ഇനി നമ്മളെ സെഡ് ആൽഫ ബൈ 2, സെഡ് ട്രാൻസ്ഫോർമേഷൻ, സെഡിന്റെ വാല്യൂ നമുക്ക് എവിടെ നിന്നായിരുന്നു കിട്ടുക, നമ്മളെ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ നിന്നും. എക്സാമിന് ചിലപ്പോൾ നിങ്ങൾക്ക് വാല്യൂസ് തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ സെഡ് ആൽഫ ബൈ 2ന്റെ ഒരു ചെറിയൊരു ടേബിൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കാണാപ്പാഠം പഠിക്കാം. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക, നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിള് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, അത് നോക്കിയിട്ട് പറഞ്ഞാൽ വേണ്ടി മതി. So the value of z alpha by 2 is determined from standard normal table. ടേബിളിൽ നിന്നാണ് എന്ത്, നമുക്ക് z alpha by 2ന്റെ വാല്യൂ നമുക്ക് കിട്ടുക. For different values of alpha, ആൽഫ എന്താ, ഓരോ വാല്യൂസ് ആൽഫ അനുസരിച്ച് നമുക്ക് ഓരോ z alpha by 2 ആയിരിക്കും കിട്ടുക. സോ ആൽഫ എന്താണോ തരുന്നത് അത് വെച്ചിട്ട് നമ്മൾ z alpha by 2നെ പറ്റി പറയണം.
such that probability of minus z alpha by 2 less than z alpha by 2 is equal to 1 minus alpha. ഇങ്ങനെയല്ലേ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിലേക്ക് നമ്മൾ വാല്യൂസ് കണ്ടുപിടിച്ചിരുന്നത്. എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചിരുന്നത്? പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ആൽഫ ഇസ് ഈക്വൽ ടു 1 മൈനസ് ഇസ് ഈക്വൽ ടു ആൽഫ. ഇങ്ങനെയായിരുന്നു നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ നമ്മളെ സെഡിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഈ ഓരോ കേസിലും എന്താണ് നമ്മളുടെ ആ ഒരു ഗ്രാഫ് വരച്ച് എന്താണ് ഷെയ്ഡഡ് റീജിയൻ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്താ സെഡിന്റെ വാല്യൂ പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ സെഡിന്റെ വാല്യൂ കിട്ടുന്ന എവിടെ നിന്നാണ്? സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടും. വെൻ സിഗ്മ ഇസ് അൺനോൺ, ഈ ഒരു കേസിൽ എന്താ? സിഗ്മ നമുക്ക് അറിയാം, പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സിഗ്മ എന്ന് പറയുന്നത് പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. നമ്മളുടെ പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ നമ്മൾ പറയും അതെന്താണ്? സിഗ്മയാണ്. ഇനി പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ വെച്ച് എനിക്ക് അറിയില്ല എന്താണ് പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നെന്താ എനിക്ക് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എങ്ങനെ ഇത് ചെയ്യുക? അത് ചെയ്യാനാണ് നമ്മളുടെ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുത്തു. ഇക്വേഷനിൽ വലിയ കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല. ആ സിഗ്മയുടെ സ്ഥലത്ത് എന്താ? എസ് ഇട്ടു. സ്മോൾ ലെറ്റർ എസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്രൊഡിക്റ്റ് ചെയ്യുക. സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമ്മൾ ഈ ഒരു കേസിൽ യൂസ് ചെയ്യുക. സിഗ്മ എന്താണ്? നമ്മുടെ പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇനി അത് എനിക്ക് അറിയില്ലെങ്കിൽ, സിഗ്മ എനിക്ക് അറിയില്ല, പകരം ഞാൻ എന്താക്കും? ഞാൻ എസ് ഉപയോഗിക്കും. എസ് ആണ് എന്ത്? എൻ്റെ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ ഇക്വേഷൻ നോക്കിക്കേ, എക്സ് ബാർ മൈനസ് എസ് ബൈ റൂട്ട് എൻ ഇൻറ്റു സെഡ് ആൽഫ ബൈ 2 ആൻഡ് എക്സ് ബാർ പ്ലസ് എസ് ബൈ റൂട്ട് എൻ സെഡ് ആൽഫ ബൈ 2. ഇങ്ങനെ ആയിരിക്കും എൻ്റെ ഇക്വേഷൻ ഉണ്ടാവുക. ഇതാണ് എൻ്റെ ഇന്റർവെൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ. ക്ലിയർ ആണോ? അത് ഓക്കെ അല്ലേ? ഓക്കെ. സോ ഇനി 95% കോൺഫിഡൻസ് ഇന്റർവെൽ എന്ന് വെച്ചാൽ നമ്മൾ എന്താ 95% കോൺഫിഡൻ്റ് ആണ്. നമ്മൾ 95% കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, എൻ്റെ വാല്യൂ ഇങ്ങനെയാണ്. എൻ്റെ ഇന്റർവെൽ എന്താണ്? അത് 95% ചാൻസസ് എന്തുണ്ട്? എൻ്റെ ആൻസർ കറക്റ്റ് ആവാൻ, ആ ഒരു ഇന്റർവെലിന്റെ അകത്താവാനുള്ള ചാൻസ് ഉണ്ട്. സോ എൻ്റെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് 95% ആണ്. സോ ഞാൻ പറയുന്ന ഇന്റർവെലിന്റെ അകത്ത് എൻ്റെ വാല്യൂ വരാനുള്ള ചാൻസ് എത്രയാണ്? 95% കോൺഫിഡൻസ് ആണ് എനിക്കുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ സെഡ് ആൽഫ ബൈ 2 എന്ന് പറയുന്നത് 1.96 ആയിരിക്കും. എൻ്റെ സെഡ് ആൽഫ ബൈ 2 എന്താണ്? 1.96 ആണ്. ഇനി 99% കോൺഫിഡൻസ് ഉണ്ടെങ്കിലോ, ഞാനൊരു 99% എനിക്ക് ഉറപ്പാണ് ഓക്കെ ഇത് തന്നെയാണ്, ഈ ഒരു ഇന്റർവെല്ലിൽ തന്നെയാണ് എൻ്റെ മീൻ വാല്യൂ വരുന്നത്. സോ അങ്ങനെ ഞാൻ 99% കോൺഫിഡൻ്റ് ആണെങ്കിൽ എത്രയാണ് എൻ്റെ സെഡ് ആൽഫ ബൈ 2? അത് 2.58 ആയിരിക്കും. ഈ രണ്ട് വാല്യൂസ് മാത്രം നമുക്ക് അറിഞ്ഞിരിക്കാൻ മതി. ഈ രണ്ട് വാല്യൂസ് നമുക്ക് അറിയാമെങ്കിൽ സെറ്റാണ് മക്കളെ. നമുക്ക് എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫുൾ സെറ്റ് അല്ലേ? കാരണം എന്താണ്? സെഡ് ആൽഫ ബൈ 2 95% ആണെങ്കിൽ 1.96, 99% ആണെങ്കിൽ സെഡ് ആൽഫ ബൈ 2 2.58. രണ്ട് വാല്യൂസ് പഠിച്ചാൽ മതി. ഇത് വെച്ചിട്ട് മാത്രമേ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുള്ളൂ. ഈ രണ്ട് വാല്യൂസ് മാത്രം സെറ്റിന്റെ അറിഞ്ഞാൽ മതി. ഇനി നമ്മൾ ടേബിൾ നോക്കി കണ്ടുപിടിക്കുക, അതാണ് ശരിക്കുള്ള മെത്തേഡ്. ഇനി അത് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്ക് എന്താണ്, ഇങ്ങനെ സെഡ് ആൽഫ ബൈ 2 ഓൾറെഡി ഇതാണ് വാല്യൂസ് ഒന്ന് തന്നിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 80 people were asked to measure their pulse rates when they woke up in the morning. രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പം ഒരു 80 ആൾക്കാരുടെ പൾസ് റേറ്റ് നോക്കി. അതായത് അവരുടെ ഹാർട്ട് ബീറ്റ്സ് എങ്ങനെയാണ്, രാവിലെ എണീക്കുമ്പോൾ കാമായിട്ടാണോ ഉള്ളത്, അല്ലെങ്കിൽ ഭയങ്കര ഹെവി ഹാർട്ട് ബീറ്റ് ആണോ? സോ അങ്ങനെ എന്താണ്, ഓരോ ആൾക്കാരും രാവിലെ എണീറ്റ് വന്ന സമയത്ത് അവരെന്താണ് പൾസ് റേറ്റ് നോക്കി. എത്ര ആൾക്കാരുടെ പൾസ് റേറ്റാണ് നോക്കിയത്? നമ്മൾ n is equal to 80. 80 ആൾക്കാരുടെ പൾസ് റേറ്റ് ആണ് നോക്കിയിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ the mean was 69 beats and standard deviation was 4 beats. നമ്മളുടെ മീൻ വാല്യൂ എന്ന് പറയുന്നത് mu is equal to 60, x bar is equal to 69 എന്ന് തന്നിട്ടുണ്ട്. നമ്മളുടെ മീൻ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 69 ആണ്. 69 ബീറ്റ്സ് ആണ് നമ്മളെ സാമ്പിൾ മീൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 4.
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ് 4 ആണ് തന്നിട്ടുണ്ട്. Find 95% confidence interval and 99% confidence interval of the population mean. 95% കാണണം, പിന്നെന്താണ് 99% കാണണം. 95% ആണെങ്കിൽ നമ്മളുടെ Z alpha by 2 വാല്യൂ എന്താണ്? Z alpha by 2 is equal to 1.96 അല്ലേ? 1.96 അല്ലേ എൻ്റെ വാല്യൂ വരുന്നത്. ഇനി 99% ആണെങ്കിലോ, 99% ആണെങ്കിലോ 99% is equal to എൻ്റെ Z alpha by 2 എന്തായിരിക്കും? ആ കേസിൽ എൻ്റെ Z alpha by 2 എന്ന് പറയുന്നത് 2.58 ആയിരിക്കും. എൻ്റെ വാല്യൂ എന്താണ്? 2.58 ആയിരിക്കും. സോ നമുക്ക് ഇക്വേഷൻ എന്തായിരുന്നു? ഇന്റർവെൽ കാണാനുള്ള ഇക്വേഷൻ എക്സ് ബാർ മൈനസ് സിഗ്മ ബൈ റൂട്ട് എൻ Z alpha by 2. ഇവിടെ എന്താണ്? എക്സ് ബാർ പ്ലസ് സിഗ്മ ബൈ റൂട്ട് എൻ Z alpha by 2. ഇതല്ലേ നമ്മൾ ഇന്റർവെൽ. ഇതാണ് എൻ്റെ ഇന്റർവെൽ എന്ന് പറയുന്നത്. ഇതിൽ എക്സ് ബാറിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, എൻ ഉണ്ട്, സിഗ്മയുണ്ട്, Z alpha by 2 ഉണ്ട്, എൻ ഉണ്ട്, സിഗ്മയുണ്ട്, പിന്നെ Z alpha by 2 ഉണ്ട്. ഫസ്റ്റ് ഞാൻ നോക്കാൻ പോകുന്നത് 95% കേസാണ്. 95% കോൺഫിഡൻസ് ഇന്റർവൽ ആണ് ഞാൻ കാണാൻ വേണ്ടി പോകുന്നത്. സോ 95% കോൺഫിഡൻസ് ഇന്റർവൽ ഇസ് ഈക്വൽ ടു എക്സ് ബാറിന്റെ വാല്യൂ എന്താണ്? 69 മൈനസ് സിഗ്മ എന്താണ് വന്നിട്ടുള്ളത്? 4 ഡിവൈഡഡ് ബൈ റൂട്ട് 80. നമ്മളെന്താണ്? റൂട്ട് എൻ ആണ്. സോ എൻ എന്ന് പറയുന്നത് 80 ആണ്. സോ റൂട്ട് 80 ഇൻറ്റു Z alpha by 2 എത്രയാണ്? 1.96 ആണ്. സോ അത് ചെയ്യാലോ, 1.96. എല്ലാവരും കൂടെ തന്നെ ചെയ്യുന്നില്ലേ? ആൻസർ കിട്ടുമ്പോൾ കമന്റ് ചെയ്യുക. എന്തായാലും ആൻസർ കമന്റ് ചെയ്യുക, എന്താണ് വരുന്നതെന്ന് പറയാ. 69 പ്ലസ് പിന്നെന്താണ് 4 ബൈ റൂട്ട് 80 ഇൻറ്റു 1.96. സെയിം സംഭവം. ആദ്യം മൈനസ് ഇട്ടു, പിന്നെന്താണ് പ്ലസ് ചെയ്തു. ആദ്യം മൈനസ് ചെയ്തു, പിന്നെ നമ്മൾ എന്താണ് അതിന്റെ പ്ലസ് എടുത്തു. സോ ദിസ് ഇസ് ഈക്വൽ ടു ഈ ഒരു ക്വാണ്ടിറ്റി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് എന്താണ് ആൻസർ വരുന്നതെന്ന് പറഞ്ഞേ. എന്താ ആൻസർ വരുന്നത്? യെസ്, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് ആൻസർ കിട്ടുന്നത് 68.124 ആണ്. ഇനി നെക്സ്റ്റ് ഇതെന്തായിരിക്കും? ഈ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 69.876 എന്നാണ്. 69.876. ഓക്കെ ആണോ? ഇത് കിട്ടിയിട്ടുണ്ടോ? സോ നമുക്ക് എന്താണ് നമ്മളെ കോൺഫിഡൻസ് ഇന്റർവൽ 95% കോൺഫിഡൻസ് ഇന്റർവൽ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 68.124. പിന്നെ 69.876. ഈ ഒരു റേഞ്ചിലാണ് ആര്? എൻ്റെ പോപ്പുലേഷൻ മീൻ ഉള്ളത്. അതാണ് ഞാൻ പറയുന്നത്. ഈ ഒരു റേഞ്ചിലാണ് എൻ്റെ പോപ്പുലേഷൻ മീൻ ഉള്ളത്. ഞാൻ എത്ര കോൺഫിഡൻ്റ് ആണ്? 95% ഞാൻ എന്താണ് കോൺഫിഡൻ്റ് ആണ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ 99% ഇന്റർവൽ ആണെങ്കിലോ 99% ആണ് ഇനി ഞാൻ കാണാൻ വേണ്ടി പോകുന്നത്. സോ 99% കോൺഫിഡൻസ് ഇന്റർവൽ എന്താണ്? ഇക്വേഷൻ നമുക്ക് എന്താ? സെയിം തന്നെയാണ്. എക്സ് ബാർ മൈനസ് സിഗ്മ ബൈ റൂട്ട് എൻ Z alpha by 2 പിന്നെ എക്സ് ബാർ പ്ലസ് സിഗ്മ ബൈ റൂട്ട് എൻ Z alpha by 2. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. ഇതാണ് എൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ വ്യത്യാസം വരുന്നത് ആര് മാത്രമാണ്? Z alpha by 2 ഇസ് ഈക്വൽ ടു 2.58. ഇവിടെ നമ്മുടെ Z alpha by 2 എത്രയാണ്? ഇസ് ഈക്വൽ ടു 1.96. ഇവിടെ എത്രയാണ്? 1.96. ഇപ്പുറത്ത് എത്രയാണ് വരുന്നത്? 2.58 ആണ് വരുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? 69 ആയിരുന്നു കിട്ടിയിരുന്നത്. സിഗ്മ നമുക്ക് എത്രയായിരുന്നു കിട്ടിയിരുന്നത്? സിഗ്മ ഇസ് ഈക്വൽ ടു 4, എൻ ഇസ് ഈക്വൽ ടു 80. സിഗ്മ ഇസ് ഈക്വൽ ടു 4, എൻ ഇസ് ഈക്വൽ ടു എന്താണ്? ഇവിടെ റൂട്ട് 80. Z alpha by 2 എന്ന് പറയുന്നത് 2.58. കോമ എക്സ് ബാർ 69 പ്ലസ് 4 ബൈ റൂട്ട് 80 ഇൻറ്റു 2.58. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ വരുന്നത്. ഇതാണ് എൻ്റെ ഇക്വേഷൻ വരുന്നത്. എന്താണ്? ഇതാണ് എൻ്റെ ഇക്വേഷൻ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് ഇന്റർവൽ എന്താ കിട്ടുക? നമ്മൾ 99% കോൺഫിഡൻസ് ഇന്റർവൽ ആണ് ഈ ഒരു കേസിൽ നമുക്ക് കിട്ടുക. എത്രയാണ് ആൻസർ വരുന്നത്? പെട്ടെന്ന് കമന്റ് ചെയ്തേ. എത്ര ആൻസർ വരുന്നത് നമുക്ക് ഈ ഒരു കേസിൽ? ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് ആൻസർ വരുന്നത്? എത്രയായിരിക്കും ഫൈനലി നമുക്ക് ആൻസർ വരിക?
പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഇത് നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എത്ര ആൻസർ വരാ ഇവിടെ? ദിസ് ഇസ് ഈക്വൽ ടു 67.85 ആൻഡ് 70.15. സോ എന്താണ് ഈ ഒരു റേഞ്ചിലാണ് ഈ ഒരു റേഞ്ചിലാണ് നമ്മളുടെ 99% കോൺഫിഡൻസ് ഇന്റർവെൽ വരുന്നത്. 99% കോൺഫിഡൻസ് ഇന്റർവെൽ വരുന്നത് എന്താണ്? അത് ഇതാണ് വരുന്നത്, 67.85 ആൻഡ് 70.15. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എന്താണ് ഈ ഒരു റേഞ്ച്, ഈ ഒരു ഇന്റർവെൽ നോക്കിക്കേ, ഈ ഒരു ഇന്റർവെൽ കുറച്ചും കൂടെ ചെറുതാണ്. അപ്പൊ നമ്മളെ കോൺഫിഡൻസ് എന്താ? 95% ഉള്ളൂ. ഇനി ഇവിടെയാണ് എന്താണ് കുറച്ചും കൂടെ വലിയൊരു ഇന്റർവെൽ ആണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ 68.124 ആൻഡ് 69. അതിനെക്കാട്ടും പുറത്ത് നിൽക്കുന്ന ആൾക്കാരല്ലേ 68.124 ആൻഡ് 69.876. ഈ ഒരു ഇന്റർവെലിനെ കാട്ടും വലിയൊരു ഇന്റർവെൽ അല്ലേ 67.85 ആൻഡ് 70.15. സോ എന്താണ് നമ്മളെ ഇന്റർവെൽ എന്ന് പറയുന്നത് വലുതാവുന്നതിനനുസരിച്ച് നമ്മളുടെ കോൺഫിഡൻസ് എന്താണ് കൂടി വരും. സോ 99% കോൺഫിഡൻസിൽ നമുക്ക് എന്താ കുറച്ചും കൂടെ വലിയൊരു ഇന്റർവെൽ കിട്ടും. ആൻഡ് 95% ആണെങ്കിൽ നമുക്ക് ചെറിയൊരു ഇന്റർവെൽ ആയിരിക്കും കിട്ടും. സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്തേ. എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റ്സ്? ഇന്റർവൽ എസ്റ്റിമേഷൻ, പോയിന്റ് എസ്റ്റിമേഷൻ. ഇന്റർവൽ എസ്റ്റിമേഷനിൽ ഫസ്റ്റ് പോയിന്റ് എസ്റ്റിമേഷൻ, അതിലൊരു ഗുഡ് എസ്റ്റിമേറ്റർ ആണ് എന്ന് പറയുകയാണെങ്കിൽ 4 പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു: അൺബയാസ്നെസ്, എഫിഷ്യൻസി, കൺസിസ്റ്റൻസി, സഫിഷ്യൻസി. ഈ 4 പാരാമീറ്റേഴ്സ്, ഈ 4 പ്രോപ്പർട്ടീസ് നമുക്ക് ഉണ്ടായിരുന്നു. ഈ 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, നമ്മുടെ സാമ്പിൾ മീൻ. സാമ്പിൾ മീൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ മീനിന്റെ അൺബയാസ്, എഫിഷ്യന്റ് ആൻഡ് സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണ്. പിന്നെ നമ്മൾ വന്നത് എന്തായിരുന്നു? മൊമെന്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ആ മൊമെന്റ് എസ്റ്റിമേറ്റർ മ്യൂ ക്യാപ്, നമ്മളെ പോപ്പുലേഷൻ മീനിന്റെ എസ്റ്റിമേറ്റ്, മൊമെന്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് എക്സ് ബാർ ആണ്. നെക്സ്റ്റ് വന്നാണ് നമ്മളെ ഇന്റർവൽ എസ്റ്റിമേഷൻ. അത് പോപ്പുലേഷൻ മീൻ ആണെങ്കിൽ നമുക്ക് പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയുമെങ്കിൽ സിഗ്മ നമ്മൾ ഇക്വേഷനിൽ ഉണ്ടാവും. ഇനി പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയില്ലെങ്കിൽ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ എടുക്കും. അപ്പൊ എന്തായിരിക്കും? എസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാം. എക്സാമിന് നമുക്ക് ടേബിൾ തരും. സ്റ്റാൻഡേർഡ് നോർമൽ ആണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ടേബിൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മളെ ക്ലാസ് ടേബിൾ സാധനം, നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ചെറിയൊരു ബുക്ക് മതി, ടേബിൾസ് മാത്രമുള്ള ചെറിയൊരു ബുക്ക് ഉണ്ട്. സോ ആ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആ ഒരു ടേബിളിലെ ബുക്ക് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ എക്സാമിന് പൊതുവെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിള് അത് തന്നിട്ടുണ്ടാവും. ആ ഒരു ടേബിൾ മാത്രമായിട്ട് സെറ്റിന്റെ വാല്യൂ ആണ് പൊതുവേ കാണാൻ വേണ്ടി ചോദിക്കാറുള്ളത്. സോ അത് വെച്ചിട്ടായിരിക്കും പ്രോബ്ലംസ് ഉണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ. സോ ഇനി നമുക്ക് ക്ലാസ് വരുന്ന മറ്റന്നാൾ മോർണിംഗ് 6 o'clock. സോ മറ്റന്നാൾ രാവിലെ നമുക്ക് വരുന്ന ക്ലാസ് നമ്മളെ ലാസ്റ്റ് ചാപ്റ്റർ എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റർ. പിന്നെ നമ്മളെ ലാസ്റ്റ് എന്താണ് ക്രിസ്മസ് എക്സാമിന് നമുക്കുള്ള പോർഷൻ എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് വരെയാണ്. സോ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ് നമ്മളെ ലാസ്റ്റ് ചാപ്റ്റർ. അത് നമ്മൾ മറ്റന്നാൾ രാവിലെ നമ്മൾ ആ ചാപ്റ്ററും കൂടി ഡിസ്കസ് ചെയ്യും. പിന്നെ നമുക്ക് ഉണ്ടാവും മാരത്തോണും കാര്യങ്ങളാണ്. ഇന്ന് രാത്രി 7 മണിക്ക് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. ഓക്കെ അഫ്നാസ്. സോ ഓക്കെ, എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ.